എന്താണ് ഒരു ടീ കമ്പനിയിൽ ഒരു ടീ ടേസ്റ്ററുടെ റോൾ? ഇത് ആദ്യം സ്നിഫ് ചെയ്യുന്നു, സ്വേൾ ചെയ്യുന്നു, സ്വിഷ് ചെയ്യുന്നു, സ്പിറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ ടേസ്റ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചായയെന്നും നിങ്ങൾക്ക് കയപ്പും കുത്തലും കിട്ടാം. അത് ചായപ്പൊടിയുടെ മിസ്റ്റേക്ക് അല്ല, ഉണ്ടാക്കിയ മിസ്റ്റേക്കാണ്. ഒരു കട്ടൻ ചായക്കാണെങ്കിൽ പൊടിത്തേയിലാണെങ്കിൽ 3 ഗ്രാം പൊടിയും 150 ml വെള്ളവും. എങ്ങനെ ഒരു നല്ല ചായ ഉണ്ടാക്കാം? ടീസ്പൂൺ പാല് കളറിന് വേണ്ടി മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കുന്ന മാതിരി പാലിലല്ല ചായ ഇടും. നമ്മളൊക്കെ എങ്ങനെയാ ചായ ഉണ്ടാക്കും? ഈ മോഹൻലാൽ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുന്നുള്ളത്. അത് ശരിക്കും സത്യം തന്നെയാണ്? ടീന് കോഫീനെ അപേക്ഷിച്ച് ഹൈഗ്രോസ്കോപ്പിക് ആണ്. മോയ്സ്ചറും അബ്സോർബ് ചെയ്യും, പെയിൻറ്റും അബ്സോർബ് ചെയ്യും. മാസ്റ്റർ കാർട്ടൻസിൻ്റെ ഒപ്പം പെയിൻറ്റ്, വാർണിഷ്, ഡിസ്റ്റംബർ, തിന്നർ എന്തൊക്കെ നമ്മൾ വെച്ചാലും ആ പെയിൻ്റ് ഒക്കെ അബ്സോർബ് ചെയ്യും. ടീ ടേസ്റ്ററുടെ ശമ്പളം ഭയങ്കര പ്രലോഭിപ്പിക്കുന്ന ശമ്പളം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും സത്യം തന്നെയാണ്? തമാശ ചോദ്യമായിട്ട് കരുതിയാൽ മതി. താങ്കൾ ഈ ഒരു ടീ ടേസ്റ്റർ എന്ന നിലയിൽ ഈ കോഴിക്കോട് വലിയങ്ങാടിയിൽ തിരിഞ്ഞു കളിക്കുന്നത് എന്തിനാണ്? ചായയിൽ തുടങ്ങുന്നതാണ് മലയാളിയുടെ ഒരു ദിനം. യാത്രകൾ ഉഷാറാക്കാൻ, കഠിന ജോലിക്കിടയിൽ ഉന്മേഷമേകാൻ, ഉറക്കമുണർന്നിരിക്കാനൊക്കെ നമുക്ക് ചായ വേണം. ചായയുടെ രുചിക്കൂട്ടുകളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ AVT, ടാറ്റ തുടങ്ങിയ വിവിധ ടീ കമ്പനികളിൽ 3 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തന പരിചയമുള്ള ടീ ടേസ്റ്ററായ ശ്രീ സതീഷ് മേനോനാണ് സർവീസ് സ്റ്റോറിയിൽ ഇന്ന് നമ്മുടെ അതിഥി. സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു ടീ കമ്പനിയിൽ ഒരു ടീ ടേസ്റ്ററുടെ റോൾ? ടീ ടേസ്റ്റർ റോൾ എന്ന് പറഞ്ഞാൽ ഈ ചായേൻ്റെ ബേസിക്കലി ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പാക്കുക, മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. ഇത് ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റാണ്. എൻഡ് പ്രോഡക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ എൻഡ് പ്രോഡക്റ്റിൻ്റെ കൺസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഈ വരുന്ന വേരിയേഷൻസൊക്കെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഫൈനലി വീക്ക് ആഫ്റ്റർ വീക്ക്, ഡേ ആഫ്റ്റർ ഡേ ഒരേ പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ടീയിൻ്റെ ഗുണനിലവാരം നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു റോൾ വഹിക്കുന്ന ഒരു ജോബാണ് ഒരു ടീ ടേസ്റ്ററുടെ. എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഒന്ന് പറഞ്ഞുതരോ? അപ്പിയറൻസ്, ഇൻഫ്യൂഷൻ, ലിക്കറായിട്ട് 3 നമ്മൾ ബ്ലാക്ക് ടീക്ക് വേണ്ടി നമ്മൾ ടീ ടേസ്റ്റിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ ഈ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ടീ ഒരു ഭക്ഷണ പദാർത്ഥമായതുകൊണ്ട് അതിന് ക്ലെൻലിനെസ് ഒരു പരിധിവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ ഫൈബറും നാരൊന്നും പുറത്തു വരാൻ പാടില്ല. ഇതൊക്കെ അത് വൃത്തിയായിട്ട് ഒരു അപ്പിയറൻസ് കൊടുക്കുമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ക്ലെൻലിനെസ്. ഈ ബ്ലാക്ക്നെസ് എന്ന് പറയുന്നത് എത്ര പ്രോസസ്സിങ് പാരാമീറ്റേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാലും അത് അത്രയും വേണ്ട അളവിന് ബ്ലാക്ക് ആവില്ല, അത് കുറച്ച് ബ്രൗൺ ആവും. അപ്പോൾ ബ്രൗൺ ആവുമ്പോൾ ഫൈബറും എടുത്ത് കാണിക്കും. ബ്ലാക്ക് ആവുമ്പോൾ കുറച്ച് ഫൈബറൊക്കെ കൺസീൽ ആവും, ക്ലീനും ബ്ലാക്കും ഒന്നിച്ച് കിട്ടും. പിന്നെ ഒരു സൗന്ദര്യത്തിന് വേണ്ടി, കോസ്മെറ്റിക്കിന് വേണ്ടി വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഈവൻനെസ്, ഇതൊരു അൺഈവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് വരാൻ പാടില്ല. അതായത് ഒരേ ഗ്രേഡിൽ ഒരു വലുതും ഒരു ചെറുതും ഒന്നും വരാൻ പാടില്ല. വൃത്തിയായി. അതേമാതിരി തന്നെ ഗ്രേഡിൻ്റെ ഗ്രാനുലാരിറ്റി, അത് ആകെപ്പാട് ഉരുണ്ടിരിക്കണം. കാരണം ഈ സാധനം ചൂടുവെള്ളത്തിൽ അൺഫേൾഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് നിശ്ചിതമായിട്ടും ഒരു സമയമുണ്ട്. അതാണ് ഈ ബ്രൂയിങ് ടൈം എന്ന് പറയുന്നത്. അത് ഏറ്റവും സ്മോളറായതനുസരിച്ച് വളരെ ക്വിക്കായിട്ട് ബ്രൂ ചെയ്യും, കുറച്ചും കൂടെ വലുതാണെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ബ്രൂ ചെയ്യും. അപ്പോൾ ക്ലീൻ, ബ്ലാക്ക്, ഈവൻ, ഗ്രാനുലർ, ഇതാണ് അപ്പിയറൻസിന്. അപ്പോൾ ടീ ടേസ്റ്റർ ടേസ്റ്റ് മാത്രമല്ല ലുക്കും നോക്കണം. ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പാരാമീറ്ററാണ്. നമ്മൾ സ്മെല്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫ്യൂഷൻ്റെ മുറിച്ചാണ്ട് എത്ര ബ്രൈറ്റ് ആയിട്ടുണ്ട്. മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഗുണമേന്മയെ പുറത്തെടുത്ത് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഇൻഫ്യൂഷൻ. അത് നോക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിക്കർ രുചിച്ച് നോക്കേണ്ടതാണ്. ലിക്കറിൽ നോക്കുന്നത് ലൈറ്റ് കളറി, ബ്രൈറ്റ് ഓപ്പോസിറ്റ് ഡൾ, ബ്രിസ്ക് ഓപ്പോസിറ്റ് പ്ലെയിൻ, സ്ട്രോങ് ഓപ്പോസിറ്റ് തിൻ. ലൈറ്റ് കളറി കളറിൻ്റെ കടുപ്പം, ബ്രൈറ്റ് ഓപ്പോസിറ്റ് ഡൾ എന്ന് പറഞ്ഞാൽ കളറി ആയിരിക്കും, പക്ഷേ തെളിമ ഇല്ലായ്മ. ഡള്ളായിരിക്കും, ഡാർക്കായിരിക്കും, അത് പാടില്ല. പിന്നെ ബ്രിസ്ക് ആസ് ഓപ്പോസിറ്റ് പ്ലെയിൻ. ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഒരു സോഡ തുറന്ന് വെച്ചിട്ട് സോഡയും നമ്മൾ ഫ്രഷായിട്ട് പൊട്ടിച്ച് കുടിക്കുന്ന സോഡയും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. ടീൻ്റെ മുകളിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ വരണം ടങ്ങിൻ്റെ മുകളിൽ. സ്ട്രോങ് ആസ് ഓപ്പോസിറ്റ് എന്നുള്ള സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, കപ്പ്, അതിൻ്റെ കടുപ്പം. ഇപ്പോൾ ഏവിയുടെ പരസ്യം കാണുമല്ലോ, ഇതെല്ലാം വേണം. ഈ ടീ ടേസ്റ്റ് നമ്മൾ കുടിച്ചിട്ട് തുപ്പുകയാണ് ചെയ്യുന്നത്. അത് അപ്പം തന്നെ വായ കഴുകണ്ടേ, അല്ലെങ്കിൽ അതും ബേസിക്കലി അതിൻ്റെ പ്രോസസ്സ് ഞാൻ ഫാക്ടറിയിൽ കാണിച്ചു തരാം. പക്ഷെ നമ്മൾ ബേസിക്കലി ഇത് ആദ്യം സ്നിഫ് ചെയ്യുന്നു, സ്വേൾ ചെയ്യുന്നു, സ്വിഷ് ചെയ്യുന്നു,
സ്പിറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ ടേസ്റ്റിംഗ് പ്രോസസ്സ്. എയറിൻ്റെ ഇഞ്ചക്ഷനോട് കൂടി, എയറിൻ്റെ ഇൻടേക്കോട് കൂടിയിട്ട് നമ്മൾ വലിച്ചു കുടിക്കുന്നു. അതാണ് ടീ ടേസ്റ്റർമാർ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കിയിട്ട് നമ്മൾ എയറിനോട് കൂടിയിട്ട് ഈ പാനീയത്തിന് നമ്മുടെ തങ്ങിലോട്ട് വലിച്ചെടുക്കുകയാണ്. ഓക്സിജനോട് കൂടി നമ്മൾ എടുക്കുമ്പോൾ ഓക്സിജനാണ് ഈ പാനീയത്തിന് ടേസ്റ്റ് ബഡ്സിൻ്റെ മുകളിലാക്കിയിട്ട് നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ടങ്ങിൽ തന്നെ കുറച്ച് വെക്കുന്നു. കാരണം ആ എല്ലാ പാരാമീറ്റേഴ്സും ഈ ടേസ്റ്റ് ബഡ്സ് 4 സ്ഥലത്തും ഉള്ളപ്പോൾ നമ്മളതിനെ എല്ലാ ഘടകങ്ങളും റൊട്ടേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതാണ് സ്വിഷ്. നമ്മളതിനെ എല്ലാ സ്ഥലത്തും ഉരുട്ടുന്നു. പിന്നെ നമ്മൾ സ്പിറ്റ് ചെയ്ത് കളയുന്നു. ഓരോ കപ്പും നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉടനെ തന്നെ അതിൻ്റെ പ്ലസ് മൈനസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒട്ടും നമ്മൾ പാരാമീറ്റേഴ്സിന് ഒതുങ്ങാത്ത ഒരു സാധനമാണെങ്കിൽ നമുക്ക് മാറ്റി വെച്ച് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അത് അപ്പം തന്നെ വായ കഴുകണ്ടേ? അല്ലെങ്കിൽ അതും ഐ ഫോർഗോട്ട് ടു ടെൽ, അതും വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ പാലറ്റ് മെമ്മറി നിലനിർത്താനായിട്ട് നമ്മൾ ഈ ടേസ്റ്റ് ബഡ്സിനെ നമ്മൾ അടിക്കടി നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ വാട്ടർ വെച്ച് റിൻസ് ചെയ്യണം. ഇപ്പോൾ ലീഫും ഡസ്റ്റും ഉള്ളൊരു ബാച്ചാണെങ്കിൽ ആദ്യം നമ്മൾ ലീഫ് ടേസ്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഡസ്റ്റ് ടേസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഡസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറും കടുപ്പും സ്ട്രെങ്ത്തൊക്കെ നമ്മുടെ നാവിൽ നിൽക്കും. പിന്നെ ലീഫ് ടേസ്റ്റ് ചെയ്താൽ നമുക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ലീഫ് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വരുന്നു. ടീ ടേസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് അപ്പിയറൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുവാണ്. ഈ പാക്കറ്റ് മുതൽ ഈ പാക്കറ്റ് വരെ ബ്ലാക്ക് ടീയിലെ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ചായ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ നമ്മൾ ബ്ലാക്ക് ടീയിലെ RC/CTC ക്രഷ് ടേർ ആൻഡ് കേൾ വിഭാഗത്തിലെ ചായ വെച്ചിരിക്കുകയാണ്. ഇതിലാണ് കളറ്, കടുപ്പം, കമർപ്പ് എല്ലാം ജാസ്തി വരിക. സൈസ് ചെറുതാകുന്നതനുസരിച്ചും അതിൽ കളറും കടുപ്പവും സ്ട്രെങ്ത്തും കൂടും. ലീഫ് വലുതാകുന്നതനുസരിച്ച് അത് കുറച്ചുകൂടെ ലൈറ്റും തിന്നും ഫ്ലേവറും കൂടും. ഇതിപ്പോൾ ബ്ലാക്ക് ആണോ? യെസ്, ബ്ലാക്ക് ആണ്. ബ്രൗൺ അല്ല. ക്ലീൻ ആണോ? ക്ലീൻ ആണ്. ഈവൻ ആണോ? എല്ലാം ഒരേ സൈസ് മാതിരി ഉണ്ടോ? ഉരുട്ടിയത് നന്നായിട്ടുണ്ടോ? ഉരുട്ടിയത് ഓപ്പൺ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉരുട്ടിയത് ഓക്കെയാണ്. അതിൻ്റെ കാമ്പും അതിൻ്റെ വേരും ഫൈബറും ഒന്നും കാണുന്നില്ല, നീറ്റാണ്. പിന്നെ സൈസ് നമ്മൾ നോക്കുന്നു. സൈസ് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഒരുമാതിരി സൈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൈസും ഇതിൻ്റെ സൈസും, ഇതിനാണ് ഞാൻ അൺഈവൻ എന്ന് പറയാം. അൺഈവൻ അല്ല, ഇത് ഓരോ ഗ്രേഡും തന്നെ അതിൻ്റെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരേ സൈസിലാണ്. അപ്പോൾ അത് ഈവൻ എന്ന് പറയുന്നു. പിന്നെ ഗ്രാനുലാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ, ഈ ഉരുളിച്ച കിട്ടിയിട്ടുണ്ടോ? ഈ ഉരുളിച്ച കിട്ടുന്നതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ടീ ടേസ്റ്റിങ്ങിൻ്റെ വിഭാഗത്തിൽ നമ്മൾ അപ്പിയറൻസ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇൻഫ്യൂഷൻ ആൻഡ് ലിക്കറിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പിറ്റൂൺ എന്ന് പറയപ്പെടുന്നത്. ഇത് നമ്മൾ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള കോളാമ്പി. ഇതിലേക്കാണ് നമ്മൾ തുപ്പുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇത് സ്നിഫ് ചെയ്യുന്നു, ഇത് നമ്മൾ മണക്കുന്നു. പിന്നെ നമ്മൾ കാറ്റോടുകൂടി ഓക്സിജൻ എടുത്തുകൊണ്ട് നമ്മുടെ വായയിലേക്ക് ഈ ടീസ്പൂൺ എടുക്കുന്നു. അത് വായയിൽ വെച്ച് നമ്മൾ ടങ്ങിൻ്റെ മുകളിൽ ഉരുട്ടുന്നു. എല്ലാ ടേസ്റ്റ് ബഡ്സിൻ്റെ മുകളിലേക്ക് നമ്മൾ അതിനെ എത്തിച്ച് നമ്മുടെ ഗുണമേന്മ മനസ്സിലാക്കിയ ശേഷം നമ്മൾ തുപ്പുന്നു. ഇതാണ് പ്രക്രിയ. മാനുഫാക്ചർ ഡിഫക്ട്സ് വല്ല നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ വല്ല ഫയറിങ്, അതായത് ഇതിനെ ഡ്രൈ ചെയ്യുമ്പോൾ അതിന് ടെമ്പറേച്ചർ വല്ലാതെ കൂടിയിട്ടുണ്ടോ, ഇത് വെന്ത് പോയിട്ടുണ്ടോ, കരിഞ്ഞു പോയിട്ടുണ്ടോ, ചുട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ മണത്ത് നോക്കുന്നു. ഇപ്പോൾ നമുക്ക് ആകെപ്പാടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രാസി വെജിറ്റൽ ക്യാരക്ടറാണ്, സ്മെല്ലാണ് നമുക്ക് കിട്ടുക. യാതൊരു തരത്തിലുള്ള സൾഫർ ടെയിൻറ്റോ സ്മോക്കോ ഫയറോ കരിവോ വറവോ ഒന്നും കിട്ടാൻ പാടില്ല. ഇത് ഓർത്തഡോക്സ് ആണ്, ഇത് CTC ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തഡോക്സ് ടേസ്റ്റ് ചെയ്തിട്ടാണ് CTC ടേസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇത് കുറേയും കൂടെ കളറും കടുപ്പും സ്ട്രെങ്ത് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യാതൊരു അട്രിബ്യൂട്ട്സും കിട്ടില്ല, സവിശേഷതകളും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് വേണം അത് ടേസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ CTC തന്നെ RC/CTC ഫെർമെന്റഡ് ബ്ലാക്ക് ടീ വിഭാഗത്തിലെ RC/CTCയിൽ ഇത് ഏറ്റവും വലിയ പൊടി, അത് ഏറ്റവും ചെറിയ പൊടി. അതുകൊണ്ടാണ് ഇതിനും നമ്മൾ സൈസ് ചെറുതാവുന്നതോടും നിങ്ങൾക്ക് കളറിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഇത് കുറച്ച് ലൈറ്റും അത് കുറച്ച് ഏറ്റവും കളറും കടുപ്പും സ്ട്രെങ്ത്തും കൂടിയതും. ഈ ഒരു വ്യത്യാസം കാണുന്നുണ്ടോ? ഇതിനെയാണ് ഇപ്പോൾ നമ്മൾ ലൈറ്റ് കളറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ലൈറ്റ്, ഇതാണ് കളറി, കൂടുതൽ കളറുള്ളത്. ഇത് ഓർത്തഡോക്സ് ആണ്, ജെന്റിൽ പ്രോസസ്സിൽ ചെയ്തതാണ്, ഉരുട്ടിയതാണ്, ഉരുണ്ടയാണ്, ഇലയാണ്, അത് നുറുക്കി മുറിച്ച് പൊടിച്ചിട്ടുള്ളതാണ്, CTC ആണ്. അപ്പോൾ ഈ കളർ വ്യത്യാസം കണ്ടോ?
ഇൻഫ്യൂഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ബ്രൈറ്റ് ആണോ, തെളിമയുള്ളതാണോ, ഡൾ ആണോ, ഡാർക്ക് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് കപ്പിന്റെ ലിഡിന്റെ മുകളിൽ നമ്മൾ നിറച്ചു വെച്ചിട്ടുള്ള ഈ ചണ്ടി, അതിനെ ഫ്ലാറ്റൻ ചെയ്ത് മോയ്സ്ചർ കളഞ്ഞിട്ടുള്ള ഇതിനെ നമ്മൾ പറയുന്നത് ഇൻഫ്യൂഷൻ. ഈ ഇൻഫ്യൂഷനിൽ നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഫെയർലി ബ്രൈറ്റ് ആണ്, ഒരു പരിധിവരെ മാത്രം കോപ്പറി ആയിട്ടുള്ള ഒരേമാതിരി ബ്രൗൺ ആയിട്ടുള്ള ഒരു ഇൻഫ്യൂഷനാണ്. ചിലപ്പോൾ നമുക്ക് ഫെർമെൻ്റ് ആവാത്ത വല്ല പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇതിൽ പച്ച കളറായിട്ട് കാണും. പച്ച കളറായിട്ട് കാണുമ്പോൾ നമുക്ക് ഫെർമെൻറ്റേഷന് പ്രോബ്ലം ഉണ്ട്. ഈവനായിട്ട് ഒരേമാതിരി ഫെർമെൻ്റ് ആയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് ഒരേമാതിരി ആവേണ്ടതായിട്ടുണ്ട്, കിട്ടാൻ പറ്റുന്ന മാക്സിമം കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ തെളിമയുണ്ട്. അത് ഈ ക്യാരക്ടറാണ് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ കാര്യം ചെയ്യുന്നത് CTCയിൽ നമ്മൾ പാലൊഴിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു. ഇതിലും നിങ്ങൾക്ക് കളറിൻ്റെ കടുപ്പവും തെളിമയും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ടീ എന്ന് പറയുന്നത് ഈ കെമലിയ സിനൻസിസ് എന്ന് പറഞ്ഞാൽ, പിന്നെ അതുപോലെ അസാമിക്ക എന്ന് പറഞ്ഞാൽ 2 തരം പീഷീസ് എന്നാണല്ലോ വരുന്നത് നമ്മൾ കഴിക്കുന്ന ടീ എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ് ഈ ടീ ടേസ്റ്റർ? യെസ്, അതെന്ന് വെച്ചാൽ ടീ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഡെറിവേറ്റീവാണ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ്. മോർ സ്പെസിഫിക്കലി ഡിസ്ക്രൈബ് ബൈ ദി ഓൾട്ടിറ്റ്യൂഡ് 1000 to 2000 ആൻഡ് എബവ് 2000 ആണ് 3 മെയിൻ വകഭേദം. ഈ 1000 മീറ്ററിൽ വളരുന്ന ഓൾട്ടിറ്റ്യൂഡ് വരെ വളരുന്ന ചായകൾക്ക് അത് വളരെ കൂടെ ഒരു സ്ട്രോങ് കളറി ഫുൾ ബോഡീഡ് ആസ്ട്രിഞ്ചൻറ്റ് കപ്പായിരിക്കും. അതിൽ ബ്രൈറ്റ്നെസ്സോ ബ്രിസ്നെസ്സോ ഫ്ലേവറോ എല്ലാം കുറച്ച് കുറവായിരിക്കും. ഈ എബവ് 2000 എന്ന് പറയുന്നത് അത് വളരെ അതിൽ ഈ കളറോ സ്ട്രെങ്തോ കടുപ്പമോ ആസ്ട്രിഞ്ചൻസിയോ ഒന്നുമില്ലാത്ത ഒരു ലൈറ്റായിട്ടുള്ള തിന്നായിട്ടുള്ള വീക്കായിട്ടുള്ള ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ലൈവ് ക്യാരക്ടറുള്ള ഒരു ചായയായിരിക്കും. പിന്നെ നമ്മുടെ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഡേ ടെമ്പറേച്ചർ, നൈറ്റ് ടെമ്പറേച്ചർ, വിൻഡ് സ്പീഡ്, സോയിലിൻ്റെ pH, പല സ്ഥലത്ത് കിടക്കുന്ന പല ടൈപ്പുള്ള ഫീലുള്ള പ്രൊഡ്യൂസും കൂടെ എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴും അതിന് നമ്മൾ കൺസിസ്റ്റൻസി വരുവാൻ വേണ്ടിയിട്ട് ഈ ഹോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമ്മൾ അവർലി തരം തിരിച്ച് പാരാമീറ്റേഴ്സിൻ്റെ റേഞ്ചിനുള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ കൺഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കൺട്രോൾ വരുത്താനായിട്ട് ഈ ടീ ടേസ്റ്റിംഗ് ഉപകരിക്കുന്നു. അതായത് ഉയരം, പിന്നെ കാലാവസ്ഥ ഒക്കെ ഇതിന്റെ വ്യത്യാസം ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. അപ്പം അതിനൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരാനാണ് ടീ ടേസ്റ്റർ എല്ലാ ദിവസവും ഇപ്പോൾ നമുക്ക് ഡ്രയറിൽ വേണ്ട ടെമ്പറേച്ചർ കിട്ടിയിട്ടില്ല എങ്കിൽ എല്ലാതും ഡ്രൈയിങ്ങിനെ ബാധിക്കും. അപ്പോൾ അതിൻ്റെ രുചിയും ക്വാളിറ്റിയും എല്ലാം ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ മണിക്കൂറും നമ്മളതിനെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് നമ്മൾ വരുത്തിക്കൊണ്ടേയിരിക്കും. പല കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, AVT അടക്കം ടാറ്റ അടക്കമുള്ള പല വലിയ കമ്പനികളിലും ജോലി ചെയ്തിട്ടുണ്ട് ടീ ടേസ്റ്ററായിട്ട്. അപ്പം ഒരു ദിവസം മാക്സിമം അല്ലെങ്കിൽ ഒരു മാസം എത്ര ടീ കപ്സ് ടേസ്റ്റ് ചെയ്യും? ഒരു മാനുഫാക്ചറിങ് സെറ്റപ്പ് ആണെങ്കിൽ ഒരു 50 മുതൽ ഒരു 75 കപ്പ് വരെ ഒരു ദിവസം നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബൾക്കിനെ ടേസ്റ്റ് ചെയ്യുന്നു, പിന്നെ ഗ്രേഡ്സിനെ ടേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഏർലിയർ വീക്ക് നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വീക്കിലിയാണ്. അപ്പോൾ ഏർലിയർ വീക്കിൽ നമ്മൾ അയച്ചിട്ടുള്ള സാമ്പിൾസ് ആയിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനായിട്ടും ടേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പുതിയ പ്രോഡക്റ്റ് ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ കരുത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ചായ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു ആ മാർക്കറ്റിന് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ടീ ടേസ്റ്റർ റോൾ അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ 300, 350, 400 കപ്പോളം നമ്മൾ ഒരു ഡേ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. 9000-ലും മേലെ ഒരു മാസം ടേസ്റ്റ് ചെയ്യുന്നത് ഒരു അങ്ങനത്തെ സെറ്റപ്പിലാണെങ്കിൽ. ഈ ടീ ടേസ്റ്റർ നിരന്തരമായിട്ട് ഈ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ചായ നമ്മൾ വെറുത്തു പോയില്ലേ? ചായ കുടിക്കാന്ന് പറയുന്നത്, താങ്കൾ ചായ കുടിക്കാറുണ്ടോ? ഞാൻ ചായ കുടിക്കാറുണ്ട്. ചായ ബേസിക്കലി അതൊരു ഒരു ഒരു ശീലമായി പോകും. അതൊരു ഇമോഷനാണ് ബേസിക്കലി. പിന്നെ ചായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറും. അത് അനിവാര്യമായി പോകും. കാരണം ചായയോട് നമുക്ക് അങ്ങനെ ഒരു കടുത്ത പ്രേമം തുടങ്ങാൻ തുടങ്ങും. മാസം ഒരു 9000 കപ്പ് ടേസ്റ്റ് ചെയ്തിട്ടും താങ്കൾ ചായ വെറുത്തിട്ടില്ല? ചായ വെറുത്തിട്ടില്ല. ഒരു പക്ഷേ അത് ഇപ്പം എൻ്റെ ഒരു ഉദ്യോഗം, ജോലി, പ്രവൃത്തി, തൊഴിലായത് കൊണ്ടായിരിക്കാം. ഞാൻ ഇതിൽ ആകെപ്പാടെ ഇൻവെസ്റ്റ് ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സിദ്ധിച്ചിട്ടുള്ള ഇതിലാണ്. അപ്പോൾ അതെൻ്റെ ജോലിയാണ്, ഞാൻ ചെയ്യുന്നു. പക്ഷേ ഞാൻ ജോലി ഇൻട്രസ്റ്റോടു കൂടി ചെയ്യുന്നു, കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട്. താങ്കൾ പ്രിഫർ ചെയ്യുന്ന ചായ എന്താണ്? കുറച്ച് കളറുള്ള, കടുപ്പമുള്ള, സ്ട്രോങ് ആയിട്ടുള്ളൊരു കപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പ്രിഫറബിളി ബ്ലാക്ക് ടീ. ഗ്രീൻ ടീ ഭ്രമം എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ പൊതുവേ മലയാളികൾക്കിടയിൽ നന്നായി കണ്ടുവരുന്നുണ്ട്. ഗ്രീൻ ടീക്ക് കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നു. നമ്മൾ ഈ ബ്ലാക്ക് ടീയുമായി കമ്പയർ ചെയ്യുമ്പം ഇതിന് മാത്രം ഗുണം ബ്ലാക്ക് ടീനേക്കാളും ഗ്രീൻ ടീക്ക് ഉണ്ടോ ശരിക്കും? ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതലാണ്. കാരണം അതിൽ ഫെർമെൻറ്റേഷൻ ഇല്ല. അൺഫെർമെൻറ്റഡ് ടീ ആണല്ലോ ഗ്രീൻ ടീ. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് കുറവ് വരുന്നില്ല. ആൻറ്റി ഓക്സിഡൻസ് ആണ് പോളിഫിനോൾ.
പിന്നെ ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ മിൽക്ക് ആഡ് ചെയ്യാതെ ഷുഗർ ആഡ് ചെയ്യാതെ നമ്മൾ കുടിക്കുന്നുണ്ട് അതിന് വരുന്ന സൈഡ് ഇഫക്ട്സ് കുറയും, ഗുണങ്ങൾ കൂടും. അതായത് ആന്റി ഓക്സിഡന്റിന്റെ സാന്നിധ്യത്തിന് പുറമെ നമ്മൾ ഇതിനെ മിൽക്കും ഷുഗറും ചേർത്ത് കഴിക്കാത്തതുകൊണ്ടുള്ള ഗുണങ്ങൾ. അതപ്പം കട്ടൻ ചായ കുടിച്ചാലും കിട്ടും. പക്ഷെ കട്ടൻ ചായയിൽ ഇത്രയും ആന്റി ഓക്സിഡൻസ് ഇല്ല. കാരണം കട്ടൻ ചായ ഫെർമെന്റഡ് ചായ ആയതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് ഗ്രീൻ ടീനേക്കാളും കുറച്ച് കുറയുന്നല്ലേ ഉള്ളൂ. പറഞ്ഞ ഗുണങ്ങൾ അതിലും ഉണ്ടാവുമല്ലോ. ആബ്സല്യൂട്ട്ലി. പൊതുവെ ചായ കുടിക്കാന്ന് പറയുന്നത് മദ്യം കഴിക്കുക അല്ലെങ്കിൽ പുകവലിക്കുന്ന പോലെ മോശം കാര്യം കാണുന്ന ആളുകളും ഉണ്ട് അല്ലേ. ചായ കുടിക്കുന്ന അത്ര നല്ല ശീലമല്ല എന്ന് പറയാറുണ്ട്. ശരിക്കും താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ചായയുടെ ഗുണങ്ങൾ ഒന്ന് പറയാമോ? അതൊരു നല്ല ശീലമാണോ? ലോകത്ത് തന്നെ വെള്ളത്തിന് ശേഷം ഏറ്റവും അധികം കൺസ്യൂം ചെയ്യപ്പെടുന്ന ഒരു പാനീയം ചായയാണ്. കോഫീൻ്റെ, ഫ്ലവറിൻ്റെ, ഫ്രൂട്ടിൻ്റെ, സീഡിനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന പൊടിയാണ് ഈ കോഫി. അതിന് എന്തായാലും കഫീൻ കണ്ടൻറ്റ് കൂടും, ടീയിനെക്കാട്ടും കൂടുതലുണ്ട്. കയ്പുണ്ടാവും, കുത്തലുണ്ടാവും, ബിറ്ററാവും. അത് ബ്ലാക്ക് കോഫി കുടിക്കുന്ന ആൾക്കാർ വളരെ പരിമിതമാണ്. അതിന് എന്തായാലും നമുക്ക് മിൽക്കും ഷുഗറും വേണ്ടി വരും. അപ്പോൾ ടീ എന്ന് പറയുമ്പോൾ ഈവൻ യാതൊരു ഇതില്ലെങ്കിലും ഒരു കപ്പ് ബ്ലാക്ക് കുടിച്ചാലും നമുക്കതിന് കോസ്റ്റിനും ബെനിഫിറ്റ് വരുന്നുണ്ട്, അപാരമായ ഹെൽത്ത് ബെനിഫിറ്റും വരുന്നുണ്ട്. ബ്ലാക്ക് ടീയിൽ ടിയാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇതാണ് ബേസിക്കലി അൽഷൈമേഴ്സ്, പാർക്കിൻസൺസിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ഘടകമായി കണ്ടിരിക്കുന്നത്. പിന്നെ ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിനെ അപാരമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് ക്രമാതീതമായി കൂട്ടുന്നു. അപ്പം നമുക്ക് വെയ്റ്റ് കൺട്രോളിലും ഫാറ്റ് മാനേജ്മെൻറ്റിനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നു. ചൈനീസ് നമ്മൾ ഫുഡ് കഴിച്ചാൽ അവർ വെള്ളത്തിന് പകരം സൈഡിൽ കൊണ്ടുവയ്ക്കുന്നത് ലിറ്റർ കണക്കിന് ഗ്രീൻ ടീ. ബ്ലാക്ക് ടീയിൽ ഫ്ലോറൈഡ് ഉണ്ട്. ഈ ഫ്ലോറൈഡാണ് ബേസിക്കലി ടീത്തിൻ്റെ എനാമലും ക്യാവിറ്റിയും ഗ്യാപ്പും ഡീക്കെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മൾ ഫോമിങ് ഫ്ലോറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അപ്പോൾ സിബാക്ക ഫ്ലോറൈഡ്. അപ്പോൾ ഇതിലിരിക്കുന്ന ഈ ഘടകമാണ് ഈ ഫ്ലൂറോസിസ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ടീയിൽ ഒരു പരിധിവരെ കഫെയിൻ ഉണ്ട്. കഫെയിൻ ബ്ലഡ് വെസൽസിനെ എൻലാർജ് ചെയ്യും, അപ്പോൾ ബ്ലഡിൻ്റെ ഫ്ലോ സുഖകരമാക്കും. പക്ഷേ കോഫിയിലുള്ള കഫെയിൻ ഇല്ല. കോഫീന് അത്ര തന്നെ കഫെയിൻ ടീയിലില്ല. ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് IBS മായിട്ടുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യുന്നു. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ അങ്ങനത്തെ കോളൺ ഡിസീസസ് ഇതൊക്കെ ഒഴിവാക്കുന്നു. പക്ഷേ ഇതിൽ കഫെയിൻ എന്ന് പറഞ്ഞത് കോഫിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പലരും കരുതുന്നത്. ടീയിലും കഫെയിൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു അഡിക്ഷൻ ഉണ്ടാക്കില്ലേ? അങ്ങനെ അഡിക്ഷനായിട്ട് വരുന്നില്ല. കാരണം അത് അത്ര ഒരു ലെവൽ വരുന്നില്ല. ഇതൊരു മാർജിനലായിട്ടുള്ള ഒരു ലെവലേ കഫെയിനിലുള്ളൂ, ഇതിലുള്ളൂ. ചായ അല്ലേ ഏറ്റവും ഐഡിയലായിട്ട് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് പറയാം? ടീ നമുക്ക് ഒന്നുകിൽ മിൽക്ക് ടീ ആയിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ആയിട്ടോ കഴിക്കാം. ബ്ലാക്ക് ടീ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും അതിൽ ഗുണമേന്മയുള്ളത്. കാരണം ബ്ലാക്ക് ടീ എന്ന് പറയുമ്പോൾ അതിൽ മിൽക്കില്ല, അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നില്ല. പിന്നെ നമുക്ക് മിൽക്കിൻ്റെ ഈ പ്രോട്ടീൻസോ കാർബ്സോ ഫാറ്റ്സോ അതിൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. അപ്പോൾ വെയിറ്റ് ലോസ്, വെയിറ്റ് മാനേജ്മെൻ്റ് ഒക്കെ ബെറ്ററായി കിട്ടുന്നു. പ്ലസ് മിൽക്കിൻ്റെ കൂടെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഷുഗർ ആഡ് ചെയ്യാത്തതുകൊണ്ട് ഷുഗറിൻ്റെ നമുക്ക് ടൈപ്പ് 2 ഇൻസുലിൻ, ഡയബറ്റീസിനൊക്കെ നമ്മൾ പ്രിവെൻ്റ് ആവുന്നു. പിന്നെ കട്ടൻ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലസ് അതിൽ ഷുഗർ ചേർക്കാത്തതാണ് കുറച്ചും കൂടി നല്ലത്. ചായ എല്ലാവരും ഉണ്ടാക്കുന്നതിന് ഒരേ രുചിയല്ലല്ലോ. ചിലർ വളരെ മോശം ചായ ഉണ്ടാക്കുന്നവരുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നമ്മൾ ചായ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല ചായ ഉണ്ടാക്കാം? ഒരു കട്ടൻ ചായക്കാണെങ്കിൽ പൊടിത്തേയിലാണെങ്കിൽ 3 ഗ്രാം പൊടിയും 150 ml വെള്ളവും. ഇലത്തേയിലാണെങ്കിൽ 5 ഗ്രാം പൊടിയും 250 വെള്ളവും. ഫസ്റ്റ് ബോയിൽ, ഓവർ തിളയ്ക്കാൻ പാടില്ല. ബോയിൽ ചെയ്യുന്ന ഫ്രഷ് വെള്ളം നമ്മൾ തിളപ്പിച്ച് ഇതിൽ ഒഴിക്കുന്നു. വെള്ളം റീഹീറ്റ് ചെയ്യരുത്. തിളപ്പിച്ച വെള്ളം തന്നെ പിന്നെ തിളപ്പിക്കരുത്. വെള്ളം എടുക്കുന്നു, കറക്റ്റ് തിളപ്പിക്കുന്നു, ഇതിലൊഴിക്കുന്നു. ഈ പൊടി വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ പൊടി ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ജസ്റ്റ് തുളുമ്പാനേ പാടുള്ളൂ, കുറേ നേരം തിളയ്ക്കരുത്, കുറേ ഓവർ തിളയ്ക്കരുത്. ഫ്രഷ് വെള്ളം തിളച്ച ഉടനെ പുറത്തേക്ക് എടുത്തിട്ട് അതിന് നമ്മൾ 5 മിനിറ്റ്, അത് 3 മുതൽ 5 മിനിറ്റ് വരെയാണ് ഈ പൊടിത്തേയിലേക്ക് ബ്രൂ ചെയ്യേണ്ടത്. ഇലത്തേയിലേക്കാണെങ്കിൽ 5 മിനിറ്റ്, മറ്റേ 3-4 മിനിറ്റ് ആയാലും മതി. ബ്രൂ ചെയ്യണം നമ്മൾ. അതായത് തിളച്ച ഉടൻ തന്നെ നമ്മൾ എടുത്ത് സീവ് ചെയ്തിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്ലേവറും ടേസ്റ്റും കിട്ടില്ല. കടുപ്പവും സ്ട്രെങ്ത്തും കളറും ഒന്നും കിട്ടില്ല. അതിനാ നമ്മൾ ബ്രൂ ചെയ്യണം. ബ്രൂ ചെയ്തിട്ട് വേണം ആ ഡിക്കോക്ഷനിലേക്ക് വേണം സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ആ ടെമ്പറേച്ചർ ബേസിക്കലി ആ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 85-90 സെൻറ്റിഗ്രേഡ് ആവും. അതാണ് കുടിക്കേണ്ട ടെമ്പറേച്ചർ. കാരണം കൂടുതൽ തിളച്ചിട്ടുണ്ടെങ്കിലോ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലോ അത് കയപ്പും കുത്തലും കൂട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചായയെന്നും നിങ്ങൾക്ക് കയപ്പും കുത്തലും കിട്ടാം. അത് ചായപ്പൊടിയുടെ മിസ്റ്റേക്ക് അല്ല, ഉണ്ടാക്കിയ മിസ്റ്റേക്കാണ്.
ഇനിയിപ്പോൾ പാലൊഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ പാലൊഴിക്കാൻ ഇപ്പോൾ ഇത് ഈ ഡിക്കോഷനിലേക്ക് നമുക്ക് വേണ്ട സാധാരണയുള്ള 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ടീസ്പൂൺ പാല് കളറിന് വേണ്ടി മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കുന്ന ഒരു പാലിലല്ല ചായ ഇടുന്നത്. നമ്മളൊക്കെ എങ്ങനെയാ ചായ ഉണ്ടാക്കുക? നമ്മൾ ചായയിൽ നമ്മൾ വേണ്ട അരക്കപ്പ് വെള്ളം, അരക്കപ്പ് പാല്, അതിലേക്ക് പൊടി ഇട്ടിട്ടുണ്ടാക്കുക. നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ നിങ്ങൾ ഇംഗ്ലീഷ് റെസ്റ്റോറൻസ് ഒക്കെ കണ്ടിട്ടുള്ള മാതിരി ടീ കോസിയൊക്കെ വെച്ച് ഒരു വുഡൻ ട്രീയിൽ ടീൻ്റെ ഡിക്കോഷൻ കൊണ്ടുവച്ചിട്ട് ഷുഗറിൻ്റെ പോട്ട് വെച്ചിട്ട് മിൽക്ക് പോട്ടൊക്കെ കൊണ്ടുവച്ച് വെക്കുമ്പോൾ നമ്മൾ ടീസ്പൂൺ കൊണ്ട് കളറിന് വേണ്ടി മാത്രമേ നമ്മൾ പാൽ ഒഴിക്കുന്നുള്ളൂ. അതൊരു ടീസ്പൂൺ കൊണ്ട് ഒഴിക്കണം. എത്ര ടീസ്പൂൺ? ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മതി. അത് കളർ വരുന്നവരെ ടീൻ്റെ കടുപ്പ് അനുസരിച്ചാണ്. ഇപ്പോൾ ഭയങ്കര കടുപ്പ് നിങ്ങൾ 1 ടീസ്പൂൺ ഒഴിച്ചാൽ വേണ്ട നമുക്ക് വേണ്ട നല്ല ഓറഞ്ചിഷ് റെഡിഷ് കളർ കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. പാലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അത്. ഓക്കെ. ഈ ഏറ്റവും ബെസ്റ്റ് ടീ ഉണ്ടാക്കുന്നത് കൊണ്ടും അത് രുചിച്ച് മാർക്കിടുന്ന ഒരാളായതുകൊണ്ടും മറ്റുള്ളവർ ചായ ഉണ്ടാക്കി തരുമ്പം അതിൽ തൃപ്തിപ്പെടാൻ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ തൃപ്തിപ്പെടാൻ ബുദ്ധിമുട്ടല്ല. കാരണം പലരും അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാവാൻ പറ്റും. പക്ഷേ നമുക്ക് പിന്നെ അത് നമ്മൾ പൊരുത്തപ്പെട്ട് പോകുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ ഇത്ര അളവ് കുറഞ്ഞു, ഇത്ര പൊടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വോയിസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ വിലമതിക്കാവുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ലൈക്ക് ഇതാണ് പ്ലസ് മൈനസ് ഉള്ളത്, ഇത് ചെയ്താൽ കൂടുതൽ നന്നാവും എന്ന് നമ്മൾ പറഞ്ഞ് അവരെ ഉപദേശിച്ച് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. വീട്ടിൽ കൃത്യമായിട്ട് 150 ml എടുക്കാനുള്ള അളവൊക്കെ വെച്ചിട്ട് തന്നെയാണോ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത് താങ്കൾ? ചില കുക്സൊക്കെ സോ എക്സ്പെർട്ട് ആണ്. അവർക്ക് കണ്ണുകൊണ്ട് കൈയെടുത്താൽ തന്നെ അവർക്ക് അറിയാൻ പറ്റുന്ന മാതിരി ചില ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഇതിനോട് ഒബ്സസ്ഡ് ആയതുകൊണ്ട് ഞാൻ ഈ ടീ ഇൻഫ്യൂസർ വാങ്ങി വെച്ച് അതിൽ തന്നെ പുറത്ത് ഗ്രാജുവേഷൻ ഉണ്ട്. ഞാൻ ഈ സ്പാറ്റുല വെയർ വെച്ചിട്ട് ഞാൻ ടീൻ്റെ വേണ്ട ഗ്രാം അതിലിട്ടിട്ട് ഞാൻ ഉറപ്പ് വരുത്തുന്നു. ഞാൻ അത് ആ സ്ട്രെയിനറിലോട്ട് ഇടുന്നു. ഞാൻ പുറത്ത് കറക്റ്റ് വെള്ളം, നല്ല വെള്ളം ഞാൻ ഇത്രയും ml കണക്കിന് അതിലൊഴിക്കുന്നു. എന്നിട്ട് ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ട് ഞാൻ ബ്രൂ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അത് കപ്പിലോട്ട് ഒഴിക്കുന്നു. അങ്ങനെയാണ് താങ്കൾ ചായ കുടിക്കുന്നത്. എന്നിട്ട് ഞാൻ മിൽക്കും ഷുഗറും വേണമെങ്കിൽ ഞാൻ ചേർക്കുന്നു. ചായയിൽ ഭയങ്കരമായിട്ട് മായം ചേർക്കും എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ശരിക്കും നമുക്കൊക്കെ കിട്ടുന്ന ചായയിൽ മായം ഉള്ളതുണ്ടോ? അതെങ്ങനെ തിരിച്ചറിയാം? നമ്മളിപ്പോൾ ഈ നമ്മുടെ റെപ്യൂട്ടഡ് ബ്രാൻഡ്സിൻ്റെ ആസാം അവിടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡഡ് ബ്ലാക്ക് ടീ ഓഫ് കമ്പനി മേജേഴ്സിലൊന്നും അങ്ങനെ യാതൊരു സാധനമില്ല. കാരണം ഈ ടീ ബോർഡും ഫുഡ് സേഫ്റ്റി സെല്ലും FSSAI ഒക്കെ വളരെ സ്ട്രിക്റ്റാണ്. പീരിയോഡിക്കലായിട്ട് ചെക്സ് നടത്തുന്നുണ്ട്. അത് അവരെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കും. കളറാണ് സ്ട്രെങ്ത്തിൻ്റെ ഒരു ഘടകമായ കരുതപ്പെടുന്നത്. ഈ കളറിന് വേണ്ടിയിട്ട് ചായൻ്റെ ഗുണമേന്മയില്ലെങ്കിലും കളർ ചേർക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ഫുഡ് കളർ പെർമിറ്റഡ് ആയിരിക്കാം, നോൺ പെർമിറ്റഡ് ആയിരിക്കാം. ഇപ്പോൾ ജിലേബി കളർ, ആർട്ടിഫിഷ്യൽ ഗോൾഡ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചായകളൊക്കെയും നമ്മൾ ചേർക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ചായപ്പൊടികളിലെ മായം ഉണ്ടോ എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഉറപ്പ് വരുത്താൻ പറ്റുക? അതൊന്ന് പറയുമോ? നമ്മൾ ഈ ചായപ്പൊടി നമ്മൾ ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മായം ചേർത്തതാണ്, കളർ ആഡ് ചെയ്തതാണെങ്കിൽ ആർട്ടിഫിഷ്യൽ കോയിൻ, ഗോൾഡ് കോയിൻ, ജിലേബി കളറൊക്കെ ആഡ് ചെയ്തതാണെങ്കിൽ ഒരു കൃത്രിമമായ ചോപ്പ് കളർ പെട്ടെന്ന് ഓടിപ്പോവും. പെട്ടെന്ന് ആ വെള്ളത്തിൽ സെപ്പറേറ്റ് ആയി വന്നിട്ട് ആ വെള്ളത്തിന് ഒരു ആർട്ടിഫിഷ്യൽ ചുവപ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നോർമൽ ചായയിലാണെങ്കിൽ അത് ഒന്നാമത് ചുവപ്പാവില്ല, ഡാർക്ക് ബ്രൗണേ ആവുള്ളൂ. അതും ടൈം എടുക്കും. പെട്ടെന്ന് കളർ ഓടിയാൽ അതിൽ ആഡഡ് ആണ്. നിരന്തരമായി ടീ ടേസ്റ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പം ഈ ടീ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് നാവിൻ്റെ ടങ് പാലറ്റിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മദ്യം കഴിക്കാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവില്ലേ? ശരിയാണ്. ഇപ്പോൾ കാരണം അത് നമ്മൾ ഉപജീവനത്തിൻ്റെ ഒരു മാർഗ്ഗമായതുകൊണ്ട് നമുക്ക് ഏറ്റവും വളരെ കാര്യമായിട്ട് കാത്തു സൂക്ഷിക്കണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മദ്യം കഴിച്ചാൽ നമ്മുടെ ഷാർപ്പ്നെസ് നമുക്ക് കുറയും. നമ്മൾ സ്മോക്ക് ചെയ്താൽ നമ്മുടെ ആ ടേസ്റ്റ് ബഡ്സിന് അതിന് ആ ഒരു സ്മോക്കിൻ്റെ ക്യാരക്ടർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രവണത കുറയും. പിന്നെ നമ്മൾ വളരെ സോൾട്ടി അല്ലെങ്കിൽ സ്വീറ്റ് അല്ലെങ്കിൽ സ്പൈസി അല്ലെങ്കിൽ ഗാർലിക് മറ്റ് പദാർത്ഥങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന തൊട്ടുമ്പോൾ കഴിച്ചാലും അത് നമ്മുടെ ടേസ്റ്റിങ്ങിനെ അത് ബാധിക്കും. നമ്മൾ ന്യൂട്രലായിട്ടുള്ള ഫുഡ്സ് മാത്രം ടേസ്റ്റിങ്ങിന് മുമ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു. ഒരു തേയില എന്ന് പറയുന്നത് അതിൻ്റെ ഉൽപ്പാദനം തുടങ്ങി അത് നമ്മുടെ കയ്യിൽ ചായപ്പൊടിയായി എത്തുന്നത് വരെയുള്ളൊരു പ്രോസസ്സ് ഒന്ന് വിശദീകരിച്ച് പറയാം. ടീൻ്റെ മാനുഫാക്ചറിൻ്റെ പ്രോസസ്സിനെ പറ്റി ഒരു ലഘു വിവരണം തരുന്നതിനൊപ്പം തന്നെ ടീൻ്റെ ടൈപ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിൽ കാരണം അത് മാനുഫാക്ചറായിട്ട് ലിങ്ക്ഡ് ആണ്. ബേസിക്കലി 3 ടൈപ്പാണ്. ഒന്ന് ഫെർമെൻറ്റഡ് ടീ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടീ, അൺഫെർമെൻറ്റഡ് ടീ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ അല്ലെങ്കിൽ വൈറ്റ് ടീ, സെമി ഫെർമെൻറ്റഡ് ടീ എന്ന് പറഞ്ഞാൽ ഊലോങ് ടീ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവും ടീ മാനുഫാക്ചറിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഫെർമെൻറ്റേഷനാണ്. ബ്ലാക്ക് ടീ ആണെങ്കിൽ ഈ CTC ഓർത്തഡോക്സ് എന്ന് പറയുന്ന 2 വകഭേദങ്ങളുണ്ട്. CTC എന്ന് പറഞ്ഞാൽ ക്രഷ്, ടയർ ആൻഡ് കേൾ.
സൗത്ത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന CTC ചായയുടെ പേര് RC ചായ എന്നുകൂടെയാണ്. എന്ന് വെച്ചാൽ റീകണ്ടീഷൻ ചായ. CTC പ്രോസസ്സാണ് ബേസിക്കലി ഇന്ത്യയിൽ ജാസ്തിയുമുള്ളത് ഓർത്തഡോക്സിനെക്കാട്ടും. ടീ ലീഫ് പ്ലക്ക് ചെയ്ത് ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ വിതറിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അതിന് നമ്മൾ ടീൻ്റെ ലീഫിൻ്റെ സെല്ലിൽ കൂടെ ടീൻ്റെ ലീഫിൻ്റെ മോയ്സ്ചർ കളയുക എന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. കാരണം ഇപ്പോൾ ഫ്രഷ് ചെയ്ത് പ്ലക്ക് ചെയ്ത ലീഫ് സെൽസിന് 80 മുതൽ 85% വരെ മോയ്സ്ചർ ഉണ്ടാവും. അതിനെ ഒരു 71% വരെ ആക്കി ചുരുക്കുന്നതാണ് ഈ വിതറിങ് എന്നുള്ള പ്രോസസ്സ്. ഈ വിതറിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ബാക്കി ഷ്രെഡിങ്, റോട്ടർ വെയിനിങ്, ഈ 2 പ്രീ മാനുഫാക്ചർ പ്രോസസ്സ് കൂടിയുണ്ട്. എന്നിട്ടേ CTCയിലോട്ട് കിടക്കുള്ളൂ. ഇതെല്ലാം ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഫെർമെൻറ്റേഷനിലോട്ട് വരും. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഫെർമെൻറ്റേഷൻ്റെ എൻസൈംസിനെ ഹീറ്റ് ആപ്ലിക്കേഷൻ കൊണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രൈയിങ്. പിന്നെ നമ്മൾ അതിനെ ഫ്രഷ്ലി കട്ട് ചെയ്ത് മിൻസ് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട്, കാരണം മാക്സിമം പ്രഷർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ചെറുതാക്കുന്നു. ഇലേനെ വെട്ടി ചെറുതാക്കുന്നു. അതാണ് ഷ്രെഡിങ്. ഈ ചെറുതാക്കിയതിനെ വിതറി ചെയ്ത് ചെറുതാക്കി പൊടിച്ച് നുറുക്കിയ ഇലയെ നമ്മൾ ഒരു പുട്ടുംകുഴലിന് മാതിരി ഒരു കുഴലിൽ കൂടെ നമ്മൾ ഇത് പാസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ കോമ്പാക്ഷൻ അവിടെ ഉണ്ടാക്കുന്നു. നമ്മൾ അരച്ച് ഇടിച്ച് പൊടിച്ച് ഈ കുഴലിൽ കൂടെ ചേർത്തിട്ട് ടീൻ്റെ ഡെൻസിറ്റിയും ട്രീൻ്റെ സ്ട്രെങ്ത്തും ട്രീൻ്റെ കടുപ്പത്തിനും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കുഴലിൽ കൂടെ നമ്മൾ ഈ പാസ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് റോട്ടർ വെയിനിങ്. റോട്ടർ വെയിനിങ് കഴിഞ്ഞാൽ നമ്മൾ CTCയിലോട്ട് എത്തുന്നു. എന്നിട്ടാണ് പിന്നെ നമ്മൾ എൻസൈമാറ്റിക് ഓക്സിഡേഷൻ ഡ്രമ്മിലിട്ടിട്ട് നമ്മൾ അതിനെ ഓക്സിഡൈസ് ചെയ്തെടുക്കുമ്പോൾ ടീൻ്റെ എല്ലാ കപ്പ് ക്യാരക്ടറും അതിൽ ഫോം ആയിക്കഴിഞ്ഞു. അതിന് ഉടനെ തന്നെ നമ്മൾ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ ഉടനെ ക്യാരക്ടേഴ്സ് ഫോം ആയ ഉടനെ ഓവർ ഫെർമെൻറ്റ് ചെയ്യാൻ വിടാതെ നമ്മൾ ഹീറ്റ് ആപ്ലിക്കേഷൻ കൊണ്ട് അതിനെ നിർവീര്യമാക്കുമ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷൻ നിർത്തുന്നു. പിന്നെ അതിനെ ആകപ്പാടെ ഗ്രേഡ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. ഇത് സെയിം തിങ്സ് ഓർത്തഡോക്സ് ആണ്, വലിയ വ്യത്യാസമില്ല ബ്ലാക്ക് ടീയിൽ. ആകപ്പാടെ ഈ CTC മെഷീൻ്റെ പകരം അവിടെയും വിതറിങ് ഉണ്ട്. അവിടെ ഷ്രെഡിങ്, റോട്ടർ വെയിനിങ് ഇല്ല. കാരണം അവിടെ അത്രയും ഒരു ജെൻറ്റിൽ പ്രോസസ്സാണ്. അവിടെ നമ്മൾ റോളർ കൂടെ നമ്മൾ ഉരുട്ടുന്നു. അവിടെ നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ പൊടിക്കുക അല്ലെങ്കിൽ നുറുക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ഓർത്തഡോക്സ് ടീയിൽ വരുന്നതാണോ ഗ്രീൻ ടീ എന്ന് പറയുന്നത്? അല്ല, അത് അൺഫെർമെൻറ്റഡ് കാറ്റഗറിയിൽ വരും. ഫീൽഡിൽ നിന്ന് പ്ലക്ക് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ഓക്സിഡേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയും വേഗം ഏറ്റവും ഫ്രഷ് കണ്ടീഷനിൽ ഫാക്ടറികളിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളത്. ഈ വക പരിപാടികളിൽ നമുക്ക് ഫെർമെൻറ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒട്ടും ഫെർമെൻ്റ് ആവാതിരിക്കാൻ വേണ്ടി, ഫെർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ടീ ആയിട്ട് മാറും. അപ്പോൾ ഫെർമെൻ്റ് ആവാത്തല്ല ഈ ഗ്രീൻ ടീക്ക് അതിൻ്റെ ആ വെജിറ്റൽ ക്യാരക്ടർ, ക്ലോറോഫിൽ ക്യാരക്ടർ അതൊക്കെ തന്നെ പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഫെർമെൻറ്റേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈമിനെ ആദ്യം തന്നെ നമ്മൾ ഹീറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ നിർവീര്യമാക്കുന്നു. അതിനെയാണ് നമ്മൾ ഒന്നിക്കെങ്കിൽ സ്റ്റീമിങ് അല്ലെങ്കിൽ പാനിങ് എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് നമ്മൾ റോൾ ചെയ്യുന്നു. അത് റോൾ ചെയ്ത ശേഷം ഗ്രീൻ ടീയിൽ മാത്രം ഡ്രൈയിങ് 2 സ്റ്റേജിലായിട്ട് നടക്കും. ഒരു പ്രീ ഡ്രൈയിങ് ഉണ്ട്, ഒരു ഫൈനൽ ഡ്രൈയിങ് ഉണ്ട്. ആ 2 സ്റ്റേജും കൂടെ നമ്മൾ ഡ്രൈയിങ് ചെയ്തതിന് ശേഷം ബാക്കി പ്രോസസ്സ് സെയിമാണ്. ഈ സെമി ഫെർമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി പാർഷ്യലി ഫെർമെൻറ്റഡ് ആണ്. അത് അൺഫെർമെൻറ്റഡും അല്ല, ഫെർമെൻറ്റഡും അല്ല. അത് ചൈനയിലൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള വെറൈറ്റിയാണ്. ഊലോങ് എന്ന് പറഞ്ഞ ചായയാണ് അതിൻ്റെ നമ്മൾ പുറത്ത് കേൾക്കുന്നത്. അത് പാർഷ്യലിയാണ്. ഇത് നെയ്തർ ഫുള്ളി നോട്ട് അറ്റ് ഓൾ. അങ്ങനെയാണ് ഒരു ഹൈബ്രിഡ് ആയിട്ട് വരുന്നത്. പലതരം ചായകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ചായകൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ടീ, പിന്നെ ഗ്രീൻ ടീ, പിന്നെ വൈറ്റ് ടീയും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടു. ചായകൾ ശരിക്കും എത്ര തരം ഉണ്ട് എന്നുള്ളതൊന്ന് വിശദീകരിക്കാം. ബ്ലാക്ക് ടീ, ഫെർമെൻറ്റഡ്, അൺഫെർമെൻറ്റഡ്, ഗ്രീൻ ടീ ആൻഡ് വൈറ്റ് ടീ. വൈറ്റ് ടീ എന്ന് പറഞ്ഞതും ഈ നമ്മുടെ അൺഫെർമെൻറ്റഡ് കാറ്റഗറിയിൽ വരും. കാരണം ഗ്രീൻ ടീ മാതിരി ഇതിനെ ഏറ്റവും ടെൻഡറായിട്ടുള്ള ലീവ്സും ബഡ്സും നിന്നും പ്ലക്ക് ചെയ്തിട്ട്, ടെൻഡറായിട്ടുള്ള ഇലയുണ്ടല്ലോ, ഇതിപ്പോൾ ഒരു ഇല തിരി, അത് 2 ഇല തിരി, 3 ഇല തിരി, 4 ഇല തിരി അങ്ങനെ വളർന്നു വരും നമ്മുടെ ഈ ഷൂട്ട്. അപ്പോൾ അത് ഏറ്റവും ടെൻഡറായിട്ടുള്ള 1 ലീഫ് അല്ലെ ബഡ്, അല്ലെങ്കിൽ 1 ഇല തിരി, അല്ലെങ്കിൽ 2 ഇല തിരി, അല്ലെങ്കിൽ ബഡ്സ് മാത്രം പ്ലക്ക് ചെയ്തിട്ട് ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനുഫാക്ചർ പ്രോസസ്സ് കൂടെ CTC മെഷീനിൽ കൂടിയോ ഓർത്തഡോക്സ് റോളറിൽ കൂടിയോ നുറുക്കാതെയോ ഉരുട്ടാതെയോ നമ്മൾ ഹാൻഡ് പ്ലക്ക് ചെയ്തിട്ട് നമ്മൾ ഒരുപക്ഷെ റോളിംഗ് ഉണ്ടെങ്കിൽ ഹാൻഡിൽ റോൾ ചെയ്തിട്ട് സണ്ണിൽ ഡ്രൈ ചെയ്തിട്ട് എടുക്കുന്ന പ്രോസസ്സ്, ഫെർമെൻറ്റിങ് ഇല്ലാതെ എടുക്കുന്ന പ്രോസസ്സാണ് ഈ വൈറ്റ് ടീ. അതൊക്കെ വെറും ഒരു ലൈറ്റായിട്ട് ഒരു ഫ്ലേവറി ആയിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള വീക്കായിട്ടുള്ള ഒരു കപ്പിന് വേണ്ടിയിട്ടുള്ള അതാണ് ഈ വൈറ്റ് ടീ. അപ്പോൾ ഗ്രീൻ, ബ്ലാക്ക്, വൈറ്റ്. അതല്ലാതെ പിന്നെ നമുക്ക് നമ്മൾ കോമൺലി നമുക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രചാരത്തിലുള്ള ചായയാണ് ഐസ് ടീ. അത് തണുത്ത വെള്ളത്തിൽ അതെ, അത് സെയിം ബ്രൂ ചെയ്ത് കോൾഡ് ആക്കി സ്റ്റീപ്പ് ചെയ്ത് ഐസിൽ സെർവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യുന്നു എന്ന് മാത്രം. അതൊരു ഐസ് ടീ ഒരു വകഭേദമാണ്. പിന്നെ വേറൊരു വകഭേദമാണ് പേർപ്പിൾ ടീ. ഈ പേർപ്പിൾ ടീ എന്നുള്ളത് ഈ സെയിം കെമിലിയ സൈനൻസിസിൻ്റെ, അതായത് ടീയിൻ്റെ ജീനസിൻ്റെ സ്പീഷീസിൻ്റെ പേരാണ് കെമിലിയ
സൈനൻസിസ്. ഈ കെമേലിയ സൈനൻസിസിൻ്റെ ഒരു പെർട്ടിക്കുലർ വകഭേദവും കെന്യയിൽ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ കൂളർ ക്ലൈമറ്റ്സിൽ വളർന്നു വരുന്ന ഈ ചെടിയിൽ ഈ ബ്ലൂബെറിയിലും ഗ്രേപ്സിലും കൂടുതലുള്ള ആന്തോസയാനിൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അത് ഈ കൂളർ ക്ലൈമറ്റിൽ അത് വളരെ കൂടുതൽ ജാസ്തി ഉണ്ടാവും. അതിനെ പ്രോസസ് നമ്മൾ നോർമൽ മാനുഫാക്ചർ തന്നെ അതിപ്പോൾ ഫെർമെൻറ്റഡും അൺഫെർമെൻറ്റഡ് ആയാലും ബ്ലാക്ക് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ചെയ്തു വരുമ്പോൾ ഈ ഘടകം ജാസ്തി ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ ബ്രൂ ചെയ്യുമ്പോൾ അതിന് ഒരു ബ്ലൂ കളർ കിട്ടും. അത് പർപ്പിൾ ടീ, അതും ജസ്റ്റ് ഒരു കോസ്മെറ്റിക് വാല്യൂവിന് വേണ്ടി ആഡ് ചെയ്യുന്നു. പക്ഷേ 6ാമത്തെ വകഭേദം എന്ന് പറയുന്നത് ഹെർബൽ ടീ. ഈ ഹെർബൽ ടീ എന്ന് പറഞ്ഞാൽ ടീനെയായിട്ട് യാതൊരു ടീൻ്റെ കമേലിയ സൈനൻസിസ് എന്നോ അതിൻ്റെ വേറെ ഭാഗമായിട്ടുള്ള കമേലിയ ആസാമിക്ക എന്നോ വരുന്ന യാതൊരു ഡെറിവേറ്റീവ് അല്ല ഈ ഹെർബൽ ടീ. ടീ അല്ല. പക്ഷേ ഹെർബൽ ടീൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ ഇപ്പോൾ ടീനെ നമുക്ക് അതല്ലാതെയും ടീനെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫ്ലവേഴ്സായിട്ടും ഫ്ലേവർ ടീ എന്ന് പറയാം. അപ്പോൾ അത് ഐസിക്ക് നമുക്ക് ഫ്ലേവർ ടീയിൽ നമ്മൾ വരുമ്പോൾ അത് ഫ്ലവേഴ്സ് ആണെങ്കിലും ഹെർബ്സ് ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും ഓയിൽസ് ആയിട്ടും നമുക്ക് ഫ്ലേവർ ചെയ്യാം, നാച്ചുറൽ അഡിറ്റീവ്സ് ആയിട്ട്. ആൻഡ് ആർട്ടിഫിഷ്യൽ അഡിറ്റീവ്സ് ആയിട്ടും നമുക്ക് ആഡ് ചെയ്യാം. എക്സാമ്പിൾ ചോക്ലേറ്റ് ആൻഡ് മേ ബി വെനില, ഈ വക ഫ്ലേവറിങ്സ് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ കൂടുതൽ സ്പൈസസ് ആയിട്ടുള്ള ബ്ലെൻഡിങ് ആണല്ലോ ഇഞ്ചി, പിന്നെ അതിപ്പോൾ സ്പൈസസിൽ വരുമ്പോൾ നമുക്ക് ജിഞ്ചർ, സിനമൺ, കാഡമം, ടെർമറിക് ഇതൊക്കെ വെച്ച് നമുക്ക് അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഹൈബിസ്കസ്, റോസ്മേരി, ചെമോമിൽ, ശംഖുപുഷ്പം, ലാവെൻഡർ, ശംഖുപുഷ്പം ഇതൊക്കെ വെച്ച് നമ്മൾ ഫ്ലേവർ എടുക്കാം. ഫ്രൂട്ട്സ് ആണെങ്കിൽ ആപ്പിൾ, ബെറി, സിട്രസ്. ഈ 6 ടൈപ്സാണ് ബേസിക്കലി ടീ ഉള്ളത്. ഇന്ത്യ, ചൈന എനിക്ക് തോന്നുന്നു കൂടുതൽ ടീ ആണ് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ ലോകത്ത് കൂടുതലും ടീനേക്കാളും കൂടുതൽ കോഫി. അതെന്തുകൊണ്ടാണ് ലോകം കൂടുതലും കോഫീനെ പ്രിഫർ ചെയ്യുന്നത്? ഇല്ല, ഇൻഫാക്റ്റ് ആക്ച്വലി അത് നേരെ മറിച്ചാണ്. ബിക്കോസ് കുടിവെള്ളം കഴിഞ്ഞാൽ വേൾഡിൽ 2ാമത് ഏറ്റവും അധികം കുടിക്കപ്പെടുന്ന പാനീയവും ചായയാണ്. വേൾഡിൽ തന്നെ 2nd ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസിങ് കൺട്രി ഇന്ത്യയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ 2023 1347 മില്യൺ kg ആണ് ഇന്ത്യയിലത്തെ ഉൽപ്പാദനം. ഇതിലൊരു 82% ഒരു 240-260 മില്യൺ kg മാത്രമേ എക്സ്പോർട്ട് ആയിട്ടുള്ളൂ. ബാക്കി 80-82% ഇന്ത്യയിൽ ഇൻറ്റേർണൽ കൺസംഷൻ ആയിരുന്നു. ഇങ്ങനെ ഇത്രയും വലിയ ഇന്ത്യൻ പോപ്പുലേഷന് ഇത്രയും കൺസംഷൻ ആയിട്ട് പോലും 80% ഇൻറ്റേർണലി കൺസ്യൂം ചെയ്ത് വളരെ കുറച്ച് മാത്രം എക്സ്പോർട്ട് ചെയ്തിട്ട് പോലും നമ്മുടെ പെർ ക്യാപിറ്റ കൺസംഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനെക്കാട്ടും വളരെ കുറവാണ്. അതായത് ഒരാൾ കുടിക്കുന്ന ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 0.8 kg per person per year ഇന്ത്യയിലുള്ളൂ. അത് ടർക്കിയിൽ 3.16 ആണ്, അയർലൻഡിൽ അത് 2.7 ആണ്, UK 2 ആണ്, റഷ്യയിൽ 1 to 1.2 ആണ്. വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകൾ കൂടുതലും കോഫി അല്ലേ പ്രിഫർ ചെയ്യുന്നത്? വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഫിൻലൻഡിൽ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ ആണ്. ബിക്കോസ് പെർ ക്യാപിറ്റ നോക്കുകയാണെങ്കിൽ ഫിൻലൻഡിൽ അത് 12 kg ആണ്, 12 മുതൽ 13 kg. ഏത് ചായയോ? കോഫി 13 kg per person per year. അതേമാതിരി നോർവേ, ഡെൻമാർക്ക്, ഇങ്ങനത്തെ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസൊക്കെ ഭയങ്കര ഹൈ ഇറ്റലി ഭയങ്കര കൺസ്യൂമർ ഓഫ് കോഫി ആണെങ്കിൽ പോലും അത് ഇതിനെക്കാട്ടും എത്രയോ കുറവാണ്. അമേരിക്കയിലും കോഫി തന്നെയല്ലേ കൂടുതൽ? അമേരിക്കയിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്രയറിയോ? 0.09 കോഫി. അതാ ഞാൻ ചോദിച്ചത്. കൂടുതലും വിദേശ രാജ്യക്കാര് ടീനേക്കാളും കൂടുതൽ കോഫി പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താ? നമ്മൾ എന്തുകൊണ്ടാണ് ടീയിലേക്ക് വന്നത്? മറ്റേ കൺട്രീസൊക്കെ പറഞ്ഞാൽ അവരുടെ മറ്റേ എക്കണോമിക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വളരെ ഹൈ ആയതുകൊണ്ട് അവർക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ നല്ല കോഫി, നല്ല മിൽക്കും ഒക്കെ ഇട്ടിട്ട്, കാരണം കോഫി വളരെ ബിറ്റർ ആയിരിക്കുമല്ലോ, അപ്പം നല്ലപോലെ മിൽക്കൊക്കെ ഇട്ടിട്ട് ഷുഗറൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നതാണ് അവർക്കൊരു പ്രചോദനം കൊടുക്കുന്നത്, ഉന്മേഷം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം നിറവേറ്റുന്നത്. വേറെ നമ്മുടെ കൺട്രിയിൽ എന്ന് വെച്ചാൽ അത്രയും ഒരു എക്കണോമിക് സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 2nd മോസ്റ്റ് കൺസ്യൂം ബെവറേജ് ആഫ്റ്റർ വാട്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കപ്പ് കട്ടൻ ചായ കുടിക്കാൻ അവർക്ക് മതിയെങ്കിൽ അത് മതിയല്ലോ. എക്കണോമിക്കലി അഫോർഡബിൾ ഡ്രിങ്ക് വിത്ത് സോ മച്ച് ഓഫ് ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഡബിൾ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ അതിലോടാണ് ഇഷ്ടം. മറ്റേ പിന്നെ അവർക്ക് വളരെ ജാഗരൂകരായിട്ട് ഇവിടെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ അങ്ങനെ അവർക്ക് ഒരു ഭയങ്കര ഡിസിൻക്ലിനേഷൻ. പിന്നെയല്ലേ കോഫിയിൽ ഉള്ള വെറൈറ്റീസിനേക്കാളും കൂടുതൽ
ടീയിൽ നമ്മൾ കാണുന്നുണ്ട്, അതായത് ജിഞ്ചർ ഇട്ട ചായപ്പൊടി, കറുവപ്പട്ട ഇട്ടത്, ഏലക്കായ ഇട്ടത്, അങ്ങനെ പല ഫ്ലേവേഴ്സ് ടീനേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ടീ ഡസ്റ്റുകൾ നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷേ കോഫി പൗഡറിൽ ചോക്ലേറ്റ് വാനിലയുടെ അപ്പുറത്ത് ഇത്രയധികം സ്പൈസസ് ചേർത്തിട്ടുള്ള കോഫി പൗഡറൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ വാങ്ങാൻ. അതിൻ്റെ ഒരു കാരണം എന്താ? ടീന് കോഫീനെ അപേക്ഷിച്ച് ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതായത് മോയ്സ്ചറും അബ്സോർബ് ചെയ്യും, ടെയിൻറ്റും അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ക്വിക്കായിട്ട് വലിച്ചെടുക്കാൻ പറ്റിയ ഒരു ഘടകമാണ് ടീ കമ്പയർഡ് ടു കോഫി. അതായത് മറ്റ് സ്പൈസസുകളുമായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം ആ സ്പൈസസിൻ്റെ ഗുണഗണങ്ങളൊക്കെ ടീ വലിച്ചെടുക്കും. ഇൻഫാക്ട് അത് ബാക്കി സ്ഥലത്ത് നമ്മൾ കെയർലെസ്ലി നമ്മൾ വെച്ചാൽ പോലും അത് വലിച്ചെടുക്കും. ലൈക്ക് ഇപ്പം നമ്മൾ ഒരു ലോറിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഈ മാസ്റ്റർ കാർട്ടൺസിൻ്റെ ഒപ്പം പെയിൻറ്റ്, വാർണിഷ്, ഡിസ്റ്റംബർ, തിന്നർ, ഗമ്മ്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ നമ്മൾ വെച്ചാലും, അല്ലെങ്കിൽ ഈവൻ സ്പൈസസ് എന്തൊക്കെ നമ്മൾ വെച്ചാലും ആ ടൈൻ്റൊക്കെ ഒബ്സർവ് ചെയ്യും, മോയ്സ്ചറും ഒബ്സർവ് ചെയ്യും. ഹൈലി അബ്സോർബൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ എന്താ പറയുക, ടീനത് ചെയ്യുന്നതാണ്, ആ സീസണിങ് ചെയ്യുന്നതാണ് എളുപ്പം. സിനമണിൻ്റെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ജിഞ്ചറോ അല്ലെങ്കിൽ നട്ട്മെഗോ ക്ലൗസോ എന്തെങ്കിലും അത് ഉടനത് വലിച്ചെടുക്കും. അതേ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കേരള സൈഡ് നമ്മൾ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ, നമ്മൾ സ്പൈസസിൻ്റെ കൂടെ വെക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊവിഷൻ സ്റ്റോറിൽ ഈ ടീ പൗഡർ ഒരു ചാക്കിലെങ്ങാനാക്കിയിട്ട് ലൂസായിട്ട് വെച്ചിട്ട് ഒരു മുളക് ചാക്കിൻ്റെ മേലെ, റെഡ് ചില്ലിയുടെ ചാക്കിൻ്റെ മേലെ വെച്ചാൽ അതൊക്കെ ആ ടീൻ്റെ ആ സ്മെല്ലൊക്കെ അത് അബ്സോർബ് ചെയ്യും. കെമലിയ സൈനൻസസ് എന്ന് പറഞ്ഞ ടീ പ്ലാന്റ്, അതിൻ്റെ ലീവ്സ് ടീ ഉണ്ടാക്കാനല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അതിന് ഇപ്പോൾ ടീ ട്രീ ആവുമ്പോൾ ടീൻ്റെ ഈ ഫ്ലവറെ കൊണ്ട് അവർക്ക് ഒരുപാട് ഈ എസെൻഷ്യൽ ഓയിൽസ്, അറോമ തെറാപ്പി, സ്ട്രെസ് ലീവിങ്, ട്രഡീഷണൽ മെഡിസിൻ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നു. അതേമാതിരി തന്നെ ടീൻ്റെ റൂട്ട്സും ട്രഡീഷണൽ മെഡിസിനിലും ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടീൻ്റെ ഫ്ലവർ, ടീൻ്റെ സീഡ് ഉണ്ട്, അതിന് ടീ സീഡ് ഓയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ടീ സീഡ് ഓയിലും അവർ മറ്റേ സെൻസിൽ, അറോമ തെറാപ്പി, ഫ്രേഗ്രൻസ്, സോപ്സ്, ക്യാൻഡിൽസ് അതിലൊക്കെ ഉപയോഗിക്കുന്നു. ടീൻ്റെ റൂട്ട്സ്, ടീൻ്റെ ആഷ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം. ഒരു ടീ പ്ലാന്റിൻ്റെ ലൈഫ് എത്രയാണ്? നമ്മളത് കുറേ കാലം പഴക്കമുള്ളതിന് എന്തിൻ്റെ ഇലയ്ക്കാണോ ടേസ്റ്റ് കൂടുതൽ, അതോ വളരെ കുറഞ്ഞ കാലാവധിയിലുള്ള ടീ പ്ലാന്റിൻ്റെ ഇലയ്ക്കാണോ ടേസ്റ്റ് കൂടുതൽ? ടീ പ്ലാന്റിന് ഇൻഫാക്ട് ടീ ട്രീ ആയിട്ട് ഒരു 80 മുതൽ 100 കൊല്ലം വരെ അത് ആക്ച്വലി ജീവിക്കാം, നിലനിൽക്കും. പക്ഷേ അതിനെ വെജിറ്റേറ്റീവ് ഫേസ്, റിപ്രൊഡക്റ്റീവ് ഫേസ് ആക്കാതെ വെജിറ്റേറ്റീവ് ഫേസ് ആക്കി പ്ലക്കിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ, ബുഷാക്കി വെക്കുമ്പോൾ നമ്മൾ എല്ലാ 4 കൊല്ലം കൂടുമ്പോൾ നമ്മളതിനെ പ്രൂൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ എക്കണോമിക് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്നാലും 60 കൊല്ലമാണ്. 60 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണസവിശേഷതകളും ക്വാണ്ടിറ്റികളെല്ലാം പരിമിതമായി വരുമ്പോൾ നമ്മളതിനെ റീപ്ലാന്റ് ചെയ്യണം, അപ്രൂട്ട് ചെയ്ത് റീപ്ലാന്റ് ചെയ്യണം. 60 കൊല്ലം കഴിഞ്ഞിട്ട് 60 കൊല്ലം കഴിഞ്ഞാൽ മാക്സിമം അതിൻ്റെ എല്ലാ എത്ര തന്നെ നമ്മൾ പിന്നീട് ചെയ്ത് പ്രൂൺ ചെയ്ത് എടുത്താലും അതിന് ശേഷി ഉണ്ടാവില്ല. അപ്പോൾ 60 കൊല്ലം കഴിഞ്ഞാൽ അപ്രൂട്ട് ചെയ്യണം, റീപ്ലാന്റ് ചെയ്യണം. തേയിലത്തോട്ടങ്ങളിലെ എപ്പോഴും ഓരോ തേയില ചെടീൻ്റെ ഇടയിൽ അവിടെ എവിടെയായിട്ടൊരു മരം വെക്കുന്നുണ്ടല്ലോ, അത് ഷെയ്ഡ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിനാണോ അതോ മണ്ണൊലിക്കൽ തടയാനാണോ? ആബ്സല്യൂട്ട് റൈറ്റ്, ഷെയ്ഡിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 20-25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മാത്രമാണ് നമുക്ക് അതിന് ഏറ്റവും ഓപ്റ്റിമം ഗ്രോയിങ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീ ഗ്രോയിങ് ഏരിയാസൊക്കെ ചിലപ്പോൾ ടെമ്പറേച്ചറൊക്കെ നല്ലപോലെ കൂടാം, 30-35 വരേക്കും പോകാം. അപ്പോൾ അത് ഗ്രോത്തിനെ ബാധിക്കും. അപ്പോൾ അതിന് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീ ട്രീസ്, നമ്മൾ ഷെയ്ഡ് ട്രീസ് നമ്മൾ വെക്കുന്നത്. അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ട്രീ തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അത് ഒരു മെയിൻലി ഒരു പർട്ടിക്കുലർ ടൈപ്പാണ് കോൾഡ് സിൽവർ ഓക്ക്, ഗ്രേവില്യ റോബസ്റ്റ. പക്ഷേ അതിനെപ്പോലും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അതും വലിയ തടുത്ത് ക്യാനപ്പി മാറി വന്നു കഴിഞ്ഞ് കൂടുതൽ ഷെയ്ഡ് കൊടുക്കാൻ പാടില്ല. കാരണം കൂടുതൽ ഷെയ്ഡ് കൊടുത്താൽ ഈ ബഡ്സ് വളരില്ല. കുറച്ച് സൺലൈറ്റ് കിട്ടണം, പക്ഷേ അധികം കിട്ടരുത്. അപ്പോൾ ടീ പ്ലാന്റിനെ മാത്രമല്ല ഈ പറയുന്ന സിൽവർ ഓക്കിനെ നമ്മൾ പ്രൂൺ ചെയ്യണം. ഓക്കെ, അതിനാണ് ഷെയ്ഡ് ലോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ചൈനയിലും പിന്നെ അതുപോലെ അസാമിലൊക്കെ ഇതേ സിൽവർ ഓക്ക് തന്നെയാണോ ഷെയ്ഡായിട്ട്? അല്ല, ചില സ്ഥലങ്ങളിൽ, വെരി ഗുഡ് ക്വസ്റ്റൻ അഗൈൻ, ചില സ്ഥലങ്ങളിൽ ഇൻഫാക്ട് ഈ ഷെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ, അമിതമായ ഷെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര കൂൾ പ്ലേസസിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഫ്രോസ്റ്റും മിസ്റ്റും വന്ന് കണ്ടൻസ് ആവും, ട്രീൻ്റെ മുകളിൽ ബാധിക്കും. ഈ ഷെയ്ഡ് ട്രീൻ്റെ മുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ടീൻ്റെ ബുഷിനെ ബാധിക്കും. അപ്പോൾ അവിടെ ഒന്നും ഷെയ്ഡ് പാടില്ല, അവിടെ ഷെയ്ഡ് ഉപയോഗിക്കില്ല. പിന്നെ വേറൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ വല്ലാത്ത ഹൈ എലിവേറ്റഡ് ഏരിയാസിലാണെങ്കിൽ കാറ്റിൻ്റെ സ്പീഡ് വല്ലാതെ ജാസ്തി ഉണ്ടെങ്കിൽ ഈ യങ് ആയിട്ടുള്ള ബഡ്സ് ഒക്കെ മുറിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു വിൻഡ് ബാരിയർ ആയിട്ട് വെക്കുന്നത് കൂടെയാണ് ഈ ട്രീസ്.
കാപ്പിയിലെ ഈ ആന കാപ്പിക്കുരു തിന്നിട്ട് പുറത്ത് വരുന്ന ഈ ആനപ്പിണ്ടത്തിൽ നിന്നുള്ള കുരു എടുത്തുണ്ടാക്കുന്ന ഐവറി കോഫി, പിന്നെ അതുപോലെ വെരുക് കഴിച്ചിട്ട് പുറത്തുവിടുന്ന കാപ്പിക്കുരു നിന്നുണ്ടാക്കുന്ന കോപ്പി ലുവാക്ക, അത്തരത്തിലുള്ള കോഫി വെറൈറ്റീസേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ആ തരത്തിൽ ടീയിൽ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഭയങ്കര കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ? ടെൻഡറായിട്ടുള്ള ബഡ് മാത്രമോ ടെൻഡറായിട്ടുള്ള ലീഫ് മാത്രമോ പറിച്ച് നമ്മൾ വിതർ ചെയ്യാതെ അതേ സെയിം മോയ്സ്ചർ റിമൂവൽ സണ്ണിൽ ഡ്രൈ ചെയ്തിട്ട് ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ് പൊടിക്കാതെയോ ഉരുട്ടാതെയോ നമ്മൾ കൈകൊണ്ട് റോൾ ചെയ്തെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തൈസിൻ്റെ ഒക്കെ മുകളിൽ വെച്ച് നമ്മൾ ഹാൻഡ് റോൾ ചെയ്ത് ജെൻറ്റ്ലി റോൾ ചെയ്ത് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാതെ ഡെലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചായ, ഒരു ലൈറ്റ് തിൻ വീക്ക് ഫ്ലോറൽ ഫ്രൂട്ട് ഫ്രേഗ്രൻറ്റ് കപ്പ് ഉണ്ടാക്കുന്ന ചായക്ക് ഓബ്വിയസ്ലി ഭയങ്കര റേറ്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ മറ്റേ ആസാമിലും ഡാർജിലിംഗൊക്കെ ചില ഹാൻഡ് റോൾ ചായകൾക്ക് 20,000 ഉറുപ്പ്യ പെർ കിലോ വരെയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചായ ഉണ്ടല്ലോ, ചായപ്പൊടി, അത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്? നമ്മുടെ CTC ചായ UK, USA, റഷ്യ, ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്റ്റ് ജാസ്തി. ഓർത്തഡോക്സ് ഇതേമാതിരി UK, USA, റഷ്യ, ഇറാഖ്, യൂറോപ്യൻ യൂണിയൻ, ഇവിടേക്കൊക്കെയാണ് ജാസ്തി പോകുന്നത്. ഈ ഒരു തമാശ ചോദ്യമായിട്ട് കരുതിയാൽ മതി, താങ്കൾ ഈ ഒരു ടീ ടേസ്റ്റർ എന്ന നിലയിൽ ഈ കോഴിക്കോട് വലിയങ്ങാടിയിൽ തിരിഞ്ഞു കളിക്കുന്നത് എന്തിനാണ്? കോഴിക്കോട് വലിയങ്ങാടിയാണ് ഈ ടീയിൻ്റെ മെക്ക. ഇൻഫാക്ട് കോഴിക്കോട് വലിയങ്ങാടിയിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് KP കേശവമേനോൻ റോഡിലാണ് കോഴിക്കോട് വലിയങ്ങാടിയിലെ ചായൻ്റെ എല്ലാ അഗ്രഗണ്യന്മാരും ഇരിക്കുന്നത്. ഈ പ്രൈമറി ബയേഴ്സ് എന്ന് പറയുന്നത് കൊച്ചിൻ ടീ ട്രേഡ് അസോസിയേഷനിൽ ഓപ്ഷനിൽ നമ്മൾ ടീ ബോർഡിൻ്റെ അനുവാദത്തോടുകൂടി നമ്മൾ ചായ വാങ്ങാൻ നമ്മൾ മെമ്പേഴ്സ് ആവണം. ദേ കോൾ പ്രൈമറി ബയേഴ്സ്. അവർ ഓപ്ഷൻ ബയറിൻ്റെ അടുത്ത് പ്രൈമറി ബയേഴ്സിൻ്റെ അടുത്താണ് പിന്നെ സെക്കൻഡറിയുടെ അടുത്ത് പോകുന്നത്, സെക്കൻഡറിൻ്റെ അടുത്താണ് പിന്നെ ടെർഷറിൻ്റെ അടുത്ത് പോകുന്നത്. ടെർഷറി ലാസ്റ്റ് കൺസ്യൂമർ. കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-12 പ്രൈമറി ഓപ്ഷൻ ബയേഴ്സ് ഉണ്ട്. എല്ലാം ഈ KP കേശവമേനോൻ റോഡ് തന്നെയാണ്. അവരെ പോയി നമ്മൾ കണ്ടിട്ട് നമ്മുടെ ചായനെ പറ്റി സാമ്പിൾ കൊടുത്ത് ഒരുപക്ഷെ പറ്റിയാൽ നമ്മുടെ സംവിധാനം കൊണ്ട് ചായ അടിച്ച് കുടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് ചായ കുടിപ്പിച്ചിട്ടോ കുടിപ്പിച്ച് പാട്ടിലാക്കി കൺവിൻസ് ചെയ്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു സെല്ലർക്ക് മറ്റേ വാങ്ങാനൊരു സംവിധാനമില്ല, അവർ വാങ്ങിക്കൊടുക്കണം. അതുപോലെ ഒരു ടീ ടേസ്റ്റർ ആവാനേ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്? താങ്കൾ കോഴ്സ് ചെയ്തിട്ടാണോ ഈ ഫീൽഡിലെത്തിയത്? ആക്ച്വലി ടീ ടേസ്റ്റിങ്ങിന് ഇപ്പോൾ കോഴ്സുകൾ ഉണ്ട്, ഇല്ലാതില്ല. കാരണം വിദേശത്തും കോഴ്സുകളുണ്ട്. ഇവിടെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് ഉണ്ട് ബാംഗ്ലൂർ, അവരും കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടീ ബോർഡും കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നു. ടീ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെയും ഷോർട്ട് ടേം കോഴ്സസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടീ ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷേ എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് യു കോണ്ട് ലേൺ സ്വിമ്മിങ് ബൈ കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന മാതിരി നമുക്ക് ചെറിയൊരു ഗൈഡൻസ് തരാൻ മാത്രമേ സഹായിക്കുള്ളൂ. പിന്നെ അനിവാര്യമായിട്ട് ഓൺ ദ ജോബ് നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് ടീ ടേസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും പ്രാക്ടീസും ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് വേണം, അഭിരുചി വേണം. ടേസ്റ്റ് ചെയ്തിരിക്കണം എല്ലാ ടൈപ്പും, എല്ലാ സീസണിലും നല്ലതും ചീത്തയും ഒക്കെ നമ്മൾ ടേസ്റ്റ് കൊണ്ടേയിരിക്കണം. ടീ ടേസ്റ്ററുടെ ശമ്പളം ഭയങ്കര പ്രലോഭിപ്പിക്കുന്ന ശമ്പളം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും സത്യം തന്നെയാണോ? അതങ്ങനെ സത്യമൊന്നുമില്ല. കാരണം ഈ ചായയുടെ ഹോൾ മേഖല തന്നെ ഇപ്പോൾ ഈ ചായ തന്നെ വിശേഷിക്കപ്പെടുന്നത് കപ്പ് ഓഫ് ചിയർ അല്ലെങ്കിൽ കപ്പ് ഓഫ് ജോയ് എന്നാണ് പുറത്ത് വേൾഡ് അതിനെ വിശേഷിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റാൻസുകളാൽ ടീ പ്ലാന്റേഷൻസ് അത് കപ്പ് ഓഫ് ചിയറോ കപ്പ് ഓഫ് ജോയോ അല്ല, കപ്പ് ഓഫ് സോറോ ആയി മാറാതിരിക്കട്ടെ നമ്മൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ഇപ്പോൾ കണ്ടീഷൻസ് വളരെ മോശമാണ്. ടീ പ്രൊഡ്യൂസർക്ക് മിക്ക അഗ്രികൾച്ചർ കമ്മോഡിറ്റിമാരെയും അർഹിക്കുന്ന ഒരു പ്രൈസ് കിട്ടുന്നില്ല. അവരുടെ പ്രോഡക്റ്റിന് അവരുടെ പ്രൊഡ്യൂസിന് ഈ പ്രൈസ് കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ മാർക്കറ്റേഴ്സിന് മറ്റേ ബ്ലെൻഡേഴ്സിനോ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് അങ്ങനത്തെ കൂട്ടർക്കോ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റ് അല്ല ഈ കൺസ്യൂമർക്ക് കിട്ടുന്നത്. കൺസ്യൂമർക്ക് ഒരു പൊടി തേയിലയാണെങ്കിൽ CTC ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടായ കൊച്ചിയിൽ തന്നെ ഒരു മാക്സിമം 170 മുതൽ 200 റുപ്യ വരെ ഒരു കിലോന് കിട്ടുന്നുള്ളൂ ഏറ്റവും നല്ല ഗ്രേഡിന്. കസ്റ്റമർ കൊടുക്കുന്നത് ഇൻഫാക്റ്റ് അതിനെക്കാട്ടും വളരെ കൂടുതലാണ്. അപ്പോൾ പക്ഷേ ഈ ഡിഫറൻസ് മുഴുവൻ അത് പാക്കറ്റേഴ്സിൻ്റെ കയ്യിൽ. അവർക്കും വളരെ കൂടുതൽ മാർജിൻ ഉണ്ടെന്നല്ല പറഞ്ഞു, കാരണം പരസ്യമായിട്ടും സ്കീമായിട്ടും ഓഫറായിട്ടും ഒക്കെ അവർ കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും അവർക്ക് ഈ ഓവർ ഹെഡ്സ് ഇല്ല. അവർക്ക് ഈ ക്രോപ്പോ ഡിസീസോ പെസ്റ്റോ പീപ്പിളോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. പക്ഷെ പണ്ട് ഈ ടീ ടേസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഗംഭീര
എന്താ പറയുക നല്ല ഹൈ പെയ്ഡ് ടീ പ്ലാന്റേഷൻ ജോബ് ഏതും ആവട്ടെ, ഫീൽഡ് മാനേജർ ആവട്ടെ, ഫാക്ടറിയിലെ മാനേജർ ആവട്ടെ, ക്വാളിറ്റി അഷുറൻസ് പീപ്പിൾ ആവട്ടെ, ടീ ടേസ്റ്റേഴ്സ് ആവട്ടെ, ഇതിനൊക്കെ വളരെ കുറച്ച് ആൾക്കാർ, സപ്ലൈ ഡിമാൻഡ് കാരണം ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇതിലുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് അവരുടെ വാല്യൂ വളരെ കൂടുതലായിരുന്നു. ഈ ചായത്തോട്ടങ്ങളും അല്ലെങ്കിൽ ടീ മേക്കിംഗ് പ്രോസസ്സും അല്ലെങ്കിൽ ടീ ടേസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ടോ? ഏറ്റവും കോസ്റ്റ്ലി ചായ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ചായ. അപ്പോൾ അങ്ങനെ പറയേണ്ടതിൽ ഒരു സത്യം 100% ഉണ്ടായെന്ന് വരില്ല. കാരണം ഏറ്റവും കോസ്റ്റ്ലി ചായ എന്ന് പറഞ്ഞാൽ അത് ഉൽപ്പാദനം ഏറ്റവും കുറവുള്ള, ഉൽപ്പാദന കോസ്റ്റ് ഏറ്റവും കൂടിയിട്ടുള്ള ചായ ആയിരിക്കാം. ലൈക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വൈറ്റ് ടീ ഒരുപാട് കോസ്റ്റ് പ്രൊഡക്ഷനുള്ള ഘടകമായതുകൊണ്ട് അത് ബെസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം അത് ഇൻഡിവിജ്വൽ പ്രിഫറൻസിൻ്റെ മുകളിലാണ്. അതിന് ആ പർട്ടിക്കുലർ കളറോ സ്ട്രെങ്തോ ഒന്നും തന്നെ കിട്ടിയെന്ന് വരില്ല. അത് ഡെലിക്കേറ്റ് മൈൽഡ് ഒരു ഫ്രേഗ്രൻറ്റ് ഫ്ലോറൽ നേച്ചർ ആയിരിക്കാം ഒന്നത്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആൾക്കാർ ടീ ബാഗ്സിനെ പറ്റി പറയും. ടീ ബാഗ്സ് ഏറ്റവും തല്ലിപ്പൊളി ചായകളുടെ ഒരു കേന്ദ്രമായിട്ട് നമുക്ക് ചിലപ്പോൾ കണക്കാക്കപ്പെടാം. അതെ, പൊതുവെ ടീ ബാഗിൽ ചായക്ക് രുചി ഉണ്ടാവില്ല എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അത് മിസ്കൺസെപ്ഷൻ തന്നെയാണ്. ബിക്കോസ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബ്രാൻഡഡ് മേജേഴ്സൊക്കെ ടീ ബാഗ്സ് ഇത്ര പ്രൊമോട്ട് ചെയ്യില്ലല്ലോ. കൺവീനിയൻസ് ഫുഡിൽ അവർക്ക് അത് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ അട്രിബ്യൂട്ട്സിനൊക്കെ തിരിച്ച് കപ്പലോട്ട് കൊണ്ടുവരാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ അതിനാണ് സാങ്കേതിക ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആക്കി ടീ ബാഗിനെ പണ്ടത്തെ കാര്യം സിംഗിൾ വാൾ ഉണ്ട്, ഡബിൾ വാൾ ഉണ്ട്. പിന്നെ അവർ ആ മെറ്റീരിയൽ ഓഫ് ടീ ബാഗ് അത് സിൽക്കിനെ കൊണ്ടും നൈലോണൊക്കെ ആയിട്ടും കൊണ്ടും മൈക്രോ പെർഫറേറ്റഡ് ആക്കിയിട്ടുണ്ട് ഈ ടീ ബാഗിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അത് അതിൻ്റെ പൊറോസിറ്റി കൂട്ടിയിട്ട് അത് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലീച്ച് ഔട്ട് ചെയ്ത് ഇറങ്ങാനുള്ള ടെൻഡൻസി കൂട്ടിയിട്ടുണ്ട്. പിന്നെ പിരമിഡ് ഷേപ്പ് ടീ ബാഗ്സ് കണ്ടു കാണും. പിരമിഡ് ആകുമ്പോൾ സർഫേസ് ഏരിയ കൂടുമല്ലോ കമ്പയർഡ് ടു റെക്ടാങ്കിൾ. അപ്പോൾ അതിന് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത് ആ സ്ട്രെങ്ത് കൂടുതൽ കൊടുക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിയത്? പിന്നെ അതുപോലെ ഏതൊക്കെ ടീ കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ ആക്ച്വലി ഈ ഫീൽഡിലേക്ക് മനഃപൂർവ്വം നടന്നു വന്നതല്ല, എത്തിപ്പെട്ടു പോയതാണ്. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ ഈ വിവിധ കമ്പനീസിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഈ പാരി എഗ്രോ കമ്പനിയിൽ അവർ എക്സിക്യൂട്ടീവ്സ് വാണ്ടഡ് എന്ന് പറഞ്ഞ് ടെസ്റ്റിന് പോയി, ഗ്രൂപ്പ് ഡിസ്കഷന് പോയി, ഇൻ്റർവ്യൂസിന് പോയിട്ട് ഞാൻ സെലക്റ്റായി പോയ ശേഷം ഞാൻ അവർ പറഞ്ഞു നിങ്ങളുടെ പ്ലാന്റേഷനിലോട്ട് വരൂ, കാണൂ, നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മുടെ എസ്റ്റേറ്റിൽ വരുന്നു. ടോട്ടലി ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈല്, കമനീയമായ ബംഗ്ലോ, ഫുള്ളി ഫേർണിഷ്ഡ് ബംഗ്ലോ, 3-4 സെർവൻസ്, കമ്പനി ഫ്യൂവലിൽ ബൈക്ക്, അപാരമായ കണ്ടീഷൻസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അകത്ത് വന്നുപോയി. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അത് ഫീൽഡിൻ്റെയാണ്. അവിടെ ഞാൻ ആകെപ്പാടെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കൾട്ടിവേഷൻ, ഹാർവെസ്റ്റ്, മാന്യൂറിങ്, സ്പ്രേയിങ് ഇതൊക്കെ ഞാൻ നോക്കി നടക്കുന്നത്. അപ്പോൾ എനിക്ക് പഠിച്ചിരുന്ന തമ്മിൽ യാതൊരു ധാരണയില്ലാതെ ഞാൻ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഞാൻ പുറത്ത് ചാടി. അത് പിന്നീട് ബ്രൂക്ക് ബോണ്ട് ഇന്ത്യയായി, ബ്രൂക്ക് ബോണ്ട് ലിപ്റ്റനായി, ഹിന്ദുസ്ഥാൻ ലിവറായി. ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മാനുഫാക്ചറിംഗ് ഇൻചാർജ് ആയിരുന്നു. അവരെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ഫാക്ടറീസിൻ്റെയും ഞാൻ ഹെഡായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ചാൻസാണ്. പിന്നെ ഞാൻ ട്രേഡിംഗ് കിട്ടിയ സമയത്ത് എനിക്ക് എൻ്റെ വാസന കൂടിക്കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അഗ്രഗണ്യനായ AVTയിൽ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് അവർ അപ്ലൈ ചെയ്ത് അവർ ഫോർച്ചുനേറ്റ്ലി അവർ എന്നെ വിളിച്ചെടുത്ത് എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയത് AVT പ്രീമിയത്തിൽ നിന്നായിരുന്നു. കാരണം നമ്മൾ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ച് നോക്കുന്ന ചായയെക്കാട്ടും അനവധി ചായ അക്രോസ് ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് നമ്മൾ വാങ്ങി കോമ്പറ്റീറ്റർ ചായ കണ്ട് നമ്മളത് മനസ്സിലാക്കി അവിടെയാണ് മാക്സിമം ടേസ്റ്റിങ്ങും ക്വാളിറ്റി അഷുറൻസും ആയിട്ട് നടന്ന് ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ എന്താ വേണ്ടത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട എല്ലാ കോൺഫിഡൻസും കോമ്പറ്റൻസും ഒക്കെ സിദ്ധിച്ചത് അവിടെ നിന്നാണ്. എൻ്റെ ഗുരുക്കളോട് എനിക്ക് പിന്നെ എനിക്ക് ഈ ബോംബെ ഡൈയിങ് ഗ്രൂപ്പിൻ്റെ ബ്രിട്ടാനിയ ഗ്രൂപ്പിലുള്ള ബോംബെ ബർമ അവിടെ 4 ഫാക്ടറിയുടെ ഇൻചാർജായി കിട്ടി. പിന്നെ എൻ്റെ ടാറ്റ കോഫി ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു പക്ഷേ കോഫിയിൽ കൂടെ ഞാൻ കുറച്ച് നൈപുണ്യത സമ്പാദിക്കാം എന്ന് വിചാരിച്ച് ടാറ്റ കോഫിയിലോട്ട് പോയി. മച്ച് ബിഗർ കമ്പനി ആയതുകൊണ്ട് കുറച്ച് കോഫിയുടെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ടെക്നിക്കലി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ എന്നെ വാട്ടർഫോളും ഗ്ലെൻഡേലും വിളിച്ചിട്ട് ഞാനിപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചായയും തേയിലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് സംശയങ്ങൾക്ക് വളരെ വിശദീകരിച്ചും ടെക്നിക്കലൊക്കെ ആയിട്ട് ഉത്തരം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. ഒരുപാട് നന്ദി.